ബാലകാണ്ഡം. ധീരത, ക്ഷമ, ബുദ്ധി, സത്യസന്ധത തുടങ്ങിയ വിവിധ ഗുണങ്ങളാൽ സമ്പന്നനായ തികഞ്ഞ മനുരെന്ന് വിശേഷിപ്പിക്കുന്നു. ഭാര്യ കൈകേയിയെ പ്രീതിപ്പെടുത്തുന്നതിനായ തികഞ്ഞ മനുഷ്യനാണ് രാമനെ യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് രാവണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സീതയെ വീണ്ടെടുത്തു. തന്റെ രാജ്യം വീണ്ടെടുത്ത ശേഷം രാമൻ ദശരഥ ഭക്തനായ ഒരു ഋഷിയായ വാൽമീകി ഒരു പക്ഷിക്കാരൻ ഒരു ക്രൗഞ്ച പക്ഷിയെ കൊല്ലുന്നതിന് സാക്ഷ്യം വഹിച്ചു. അനുകമ്പയോടെ അദ്ദേഹം ആ പ്രവൃത്തിയെ അപലപിച്ച് ഒരു ശ്ലോകം രചിച്ചു. പിന്നീട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ശ്ലോകത്തെ പ്രശംസിക്കുകയും രാമായണ ധ്യാനത്തിൽ ഇരിക്കുന്ന വാൽമീകി രാമന്റെ കഥയുടെ ഒരു ദർശനം തന്റെ മുന്നിൽ വികസിക്കുന്നത് നിരീക്ഷിച്ചു. തുടർന്ന് രാമന്റെ ജനനം, പരാക്രമം, ദയ, സൽപ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ രാമന്റെ ജീവിതചരിത്രവും രാവണനെതിരായ പോരാട്ടങ്ങളും സീതയുടെ വീണ്ടെടുക്കലും രാവണേയപ്പെടുത്തുന്നു. 90 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണം വാൽമീകി രചിക്കുകയും 6 കാണ്ഡങ്ങളായി വിഭജിക്കുകയും ചെയ്തു. സംഗീതത്തിലും കവിയിലും പ്രാവീണ്യമുള്ള തന്റെ ശിഷ്യന്മാരായ കുശ, ലവ എന്നിവരെ അദ്ദേഹം അധികം അത് പഠിപ്പിച്ചു. സന്യാസിമാരുടെ ഒരു സമ്മേളനത്തിന് മുന്നിൽ സഹോദരിമാർ ഈ ഇതിഹാസം അവതരിപ്പിച്ചു. അവർ അവരുടെ പ്രകടനത്തെ പ്രശംസിക്കുകയും മനു സ്ഥാപിച്ച 8 നീളവും 10 വീതിയുമുള്ളതും നന്നായി ആസൂത്രണം ചെയ്തതുമായ റോഡുകളും കടകളും പൂന്തോട്ടങ്ങളുമുള്ള മനോഹരവും സമ്പന്നവുമായ ഒരു നഗരമാണിത്. വൈദഗ്ധ്യമുള്ള കരകൗശല തൊഴിലാളികളും ബ്രാഹ്മണരും യോദ്ധാക്കളും നിറഞ്ഞ നഗരത്തെ ദശരഥ രാജാവ് ഭരിക്കുന്നു. നീതിയുക്തരും സന്തുഷ്ടരുമായ നിവാസികളാൽ നിറഞ്ഞ ഒരു നഗരമായ അയോധ്യ ദശരഥ രാജാവ് ഭരിച്ചു. ജനങ്ങൾ വേദങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. ത്യാഗങ്ങൾ ചെയ്തു എളിമയോടെ ജീവിച്ചു. ബ്രാഹ്മണർ നയിക്കുന്ന 4 സാമൂഹിക വർഗങ്ങളും യോജിപ്പുള്ളവരായിരുന്നു. പൗരന്മാർക്ക് സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്ന ദശരഥന്റെ ജ്ഞാനപൂർണമായ നേതൃത്വമാണ് നഗരം ഭരിച്ചിരുന്നത്. ദശരഥ രാജാവിന് 8 ജ്ഞാനികളായ ഉപദേഷ്ടാക്കളും മറ്റ് നിരവധി ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അവർ രാജ്യം നീതിപൂർവം ഭരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അവർ വിദ്യാസമ്പന്നരും എളിമയുള്ളവരും നയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരുമായിരുന്നു. ബുദ്ധി ശേഖരിക്കുന്നതിനും അവരുടെ പ്രജകളെ സംരക്ഷിക്കുന്നതിനും ചാരന്മാരെ ഉപയോഗിച്ചു. അവരുടെ മാർഗനിർദ്ദേശപ്രകാരം ചാരന്മാരെ ഉപയോഗനിർദ്ദേശം അനന്തരാവകാശിയില്ലാത്ത ദശരഥ രാജാവ് പുത്രന്മാരെ ലഭിക്കുന്നതിനായി കുതിരയാഗം നടത്താൻ തീരുമാനിക്കുന്നു. അദ്ദേഹം തന്റെ ബ്രാഹ്മണന്മാരും മന്ത്രിമാരും കൂടിയാലോചിക്കുന്നു. അവർ എങ്ങനെ ചടങ്ങുമായി മുന്നോട്ടു പോകണമെന്ന് ഉപദേശിക്കുന്നു. സരയൂ നദിയുടെ വടക്കൻ തീരത്ത് നടക്കുന്ന യാഗത്തിന് തയ്യാറെടുക്കാൻ രാജാവ് തന്റെ ഉദ്യോഗസ്ഥരോട് ഉത്തരവിടുന്നു. അംഗരാജാവായ രോമപദ കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുകയും ബ്രാഹ്മണരിൽ നിന്ന് ഒരു പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു പുരാതന കഥയെക്കുറിച്ച് രാജാവിന്റെ സാരഥി ദശരഥ രാജാവിനോട് പറയുന്നു. ഭിഖണ്ഡകന്റെ മകൻ ഋഷിശൃംഗനെ കൊണ്ടുവരാൻ അവർ ഉപദേശിക്കുകയും തന്റെ മകൾ സാന്തയെ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ വിവാഹം കഴിക്കുകയും അവർ രാജാവിന് ഒരു മകനെ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്തു. ശക്തനായ ബ്രാഹ്മണ സന്യാസിയായ ഋഷിശൃംഗ തന്റെ ആശ്രമത്തിൽ നിന്ന് അകറ്റാൻ വേശ്യമാരെ അയച്ച് നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അയോധ്യയിലെ രാജാവ് പുരോഹിതനോടും രാജസഭാംഗങ്ങളോടും നിർദ്ദേശിച്ചു. പദ്ധതി വിജയിച്ചു. ഋഷിശൃംഗയെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അദ്ദേഹം രാജാവിന്റെ സുമന്ത്രയുടെ ഉപദേശപ്രകാരം രാജാവ് ഋഷിശൃംഗ മഹർഷിയുടെ സഹായത്തോടെ ഒരു മകനെ നേടാൻ ശ്രമിക്കുന്നു.
രാജാവ് വ്യോമാപതയെ കാണാൻ യാത്ര ചെയ്യുന്നു. അവിടെ അവൻ ഋഷിശൃംഗത്തെയും ഭാര്യ സാന്ധ്യയെയും കണ്ടെത്തുന്നു. അവരോടൊപ്പം സമയം ചെലവഴിച്ച ശേഷം ദാശരഥ അവരെ തന്റെ നഗരത്തിൽ തന്നോടൊപ്പം ചേരാൻ ക്ഷണിക്കുന്നു. അവിടെ അവരെ വലിയ ബഹുമാനത്തോടും തന്റെ വംശം നിലനിർത്താൻ ഒരു മകനെ ആഗ്രഹിച്ച ദശരഥ രാജാവ് കുതിരയാഗം നടത്താൻ തീരുമാനിക്കുന്നു. ചടങ്ങ് നടത്താൻ അദ്ദേഹം ഒരു ബ്രാഹ്മണനായ ഋഷിശൃംഗനെ നിയമിക്കുകയും വ്യവസ്ഥകളും തയ്യാറെടുപ്പുകളും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വസിഷ്ഠനുൾപ്പെടെയുള്ള ബ്രാഹ്മണർ അദ്ദേഹത്തിന് വിജയത്തെക്കുറിച്ച് ഉറപ്പ് നൽകുകയും പണ്ഡിത കുതിരബലിയിലൂടെ സന്തതികളെ നേടാനുള്ള ഇച്ഛാശക്തിയുള്ള രാജാവ് വസിഷ്ഠനുമായി കൂടിയാലോചിച്ചു. അദ്ദേഹം യാഗം നടത്താൻ സമ്മതിച്ചു. രാജാവ് ആയിരക്കണക്കിന് ആളുകളോട് ചടങ്ങിനായി തയ്യാറെടുക്കാൻ ഉത്തരവിട്ടു. വസിഷ്ഠൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ രാജാക്കന്മാരെ പങ്കെടുക്കാൻ വിളിച്ചു. എല്ലാം സജ്ജമാക്കി രാജാവ് തന്റെ ഭാര്യമാരോടൊപ്പം യാഗഭൂമിയിലെത്തി. ഋഷിശൃംഗൻ ബ്രാഹ്മണരുടെയും നേതൃത്വത്തിൽ സരയൂ നദിയുടെ വടക്കേ കരയിൽ ദശരഥ രാജാവായ കുതിരയാഗം നടന്നു. 3 ദിവസം നീണ്ടുനിന്ന ചടങ്ങ് വിവിധ ആചാരങ്ങളും വഴിപാടുകളും ദേവതകൾക്ക് അർപ്പിച്ചു. രാജാവ് തന്റെ പുരോഹിതന്മാർക്ക് ഭൂമി ഗ്രാന്റുകൾ നൽകി. അവർ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും തന്റെ ഒരു ചടങ്ങിലൂടെ പുത്രന്മാരെ നേടാൻ ദശരഥ രാജാവിനെ സഹായിക്കാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവങ്ങളെയും മനുഷ്യരെയും അടിച്ചമർത്തുന്ന രാക്ഷസനായ രാവണനോട് വിഷ്ണുവിനെ 4 മനുഷ്യപുത്രന്മാരായി ജനിപ്പിക്കണമെന്ന് ബ്രഹ്മാവ് തീരുമാനിക്കുന്നു. വിഷ്ണു സമ്മതിക്കുകയും സ്വയം സമ്മതിക്കുകയും സ്വയം 4 ഭാഗങ്ങളായി വിഭജിക്കുകയും മനുഷ്യരൊഴികെയുള്ള എല്ലാ ജീവികളിൽ നിന്നും പ്രതിരോധശേഷി നേടുന്നതിനായി തപസ് നടത്തിയ രാവണനെ നശിപ്പിക്കാൻ വിഷ്ണു മനുഷ്യരൂപം സ്വീകരിക്കുന്നു. വിഷ്ണു ദശരഥ രാജാവിനെ പിതാവായി തിരഞ്ഞെടുക്കുകയും രാജാവിൻ്റെ ഭാര്യമാർ നൽകിയ ദിവ്യമായ പായസം, പാൽ അടിസ്ഥാനമാക്കിയുള്ള മധുരപലഹാരം കുടിച്ചതിനു ശേഷം ജനിക്കുകയും ഈ സംഭവം ദശരഥ ഹർല വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ: ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ വിഷ്ണുവിനെ സഹായിക്കാൻ കുരങ്ങളുടെ രൂപങ്ങൾ ഉപയോഗിച്ച് ശക്തരായ ജീവികളെ സൃഷ്ടിച്ചു. ഇന്ദ്രന്റെയും സൂര്യന്റെയും ബൃഹസ്പതിയുടെയും മറ്റു ദൈവങ്ങളുടെയും പുത്രന്മാർ ഉൾപ്പെടെ ഈ ജീവികൾ അവിശ്വസനീയമായ ശക്തിയോടും കഴിവുകളോടും കൂടി ജനിച്ചു. ദശരഥ രാജാവ് തന്റെ കുതിരയാഗം പൂർത്തിയാക്കി ദിവ്യഗുണങ്ങളുമായി ജനിച്ച തന്റെ പുത്രന്മാരായ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ അഭിഷേകം ചെയ്യുന്നു. രാജാവ് അവരുടെ ജനനവും നാമകരണ ചടങ്ങും ആഘോഷിക്കുകയും പിന്നീട് സന്യാസി വിശ്വാമിത്രയെ അയോധ്യ സന്ദർശനത്തിനായി ക്ഷണിക്കുകയും ഇത് രാജ്യത്തിന് വലിയ സന്തോഷവും. ശക്തനായ സന്യാസിയായ വിശ്വാമിത്രൻ മാരിച്ച, സുവിഹു എന്നീ 2 രാക്ഷസ സഹോദരന്മാരിൽ നിന്ന് തന്റെ യാഗം സംരക്ഷിക്കാൻ തന്റെ മകൻ രാമനെ അയക്കാൻ ദശരഥ രാജാവിനോട് അഭ്യർത്ഥിക്കുന്ന രാമനോട് തന്നെ പരാജയപ്പെടുത്തുമെന്നും വലിയ ബഹുമാനം നേടുമെന്നും വിശ്വാമിത്രൻ വാഗ്ദാനം ചെയ്യുകയും തന്റെ യോഗ്യതയ്ക്കും പ്രശസ്തിക്കും വേണ്ടി തന്റെ യോഗ്യതയ്ക്കും തന്റെ യൗവനവും അനുഭവ പരിചയവും കാരണം തന്റെ ഹരിവയസ്സുള്ള മകൻ രാമന് രാവണന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യാൻ അനുവദിക്കാൻ ദശരഥ രാജാവ് മടിക്കുന്നു. രാമനെ വിട്ടയക്കാൻ വിശ്വാമിത്ര മുനി അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രാവണനെ നേരിടാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്ന ദശരഥൻ വിസത്തനായ രാക്ഷസ പ്രഭുവിനെ രാമനോട് പോകാൻ ആവശ്യപ്പെടുമ്പോൾ കീചകന്റെ മകൻ ദേഷ്യപ്പെടുന്നു.
അവനെ വാഗ്ദാനത്തിൽ കള്ളൻ എന്ന് വിളിക്കുന്നു. രാമന്റെ സദ്ഗുണങ്ങളും കഴിവുകളും ചൂണ്ടിക്കാട്ടി ജ്ഞാനിയായ വസിഷ്ഠമുനി ഇടപെടുകയും തന്റെ വാക്ക് ഉപേക്ഷിക്കരുതെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. രാക്ഷസന്മാരിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ രാമൻ കഴിവുണ്ടെന്ന് അദ്ദേഹം വാല അതിവാള ശേഖരങ്ങളിൽ നിന്ന് മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കാൻ വസിഷ്ഠ ദശരഥ രാജാവ് രാമനെ കൈമാറുന്നു. ഈ പഠിപ്പിക്കലുകൾ രാമൻ അജയ്യതയും വിവിധ മേഖലകളിൽ സമാനതകളില്ലാത്ത കഴിവുകളും നൽകുന്നു. തന്റെ പുതിയ ശക്തികളിലൂടെ ശരത്കാല സൂര്യനെപ്പോലെ തിളങ്ങുന്നവനായി രാമൻ പ്രത്യക്ഷപ്പെടുന്നു. സഹോദരന്മാർ വസിഷ്ഠനുമായുള്ള യാത്ര രാമനും ലക്ഷ്മണനും വലിയ സമ്പത്തുള്ള സന്യാസിയായ വിക്രമമിത്രയെ കണ്ടുമുട്ടി അവർ അവരെ ശിവന്റെ ഒരു വിശുദ്ധ ആശ്രമത്തിലേക്ക് നയിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി തപസ് ചെയ്തിരുന്ന സന്യാസിമാരുടെ വാസസ്ഥലമായിരുന്നു ഈ ആശ്രമം. ആശ്രമത്തെ സന്ദർശിച്ച ശേഷം രാമനും സഹോദരനും അവിടെ രാത്രി ചെലവഴിച്ചു. സന്യാസിമാരുടെ ആതിഥ്യമര്യാദ ആസ്വദിക്കുകയും വിക്രമമിത്രനെയും മറ്റ് സന്യാസിമാരെയും അനുഗമിച്ചുകൊണ്ട് രാമൻ സരയൂ നദിയിലേക്ക് ഒഴുകുന്ന മാനസകുളത്തിലൂടെ കടന്നു പോകുന്നു. തുടർന്ന് ക്രൂരമൃഗങ്ങളും പക്ഷികളും നിറഞ്ഞ ഒരു ഭീകരമായ വനത്തെ അവർ അഭിമുഖീകരിക്കുന്നു. ഈ വനം ഒരിക്കൽ സമ്പന്നമായ 2 പ്രവിശ്യകളായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഭരിക്കുന്നത് ദുഷ്ടനായ ജടനാഥൻ. ഈ പ്രദേശം ബ്രഹ്മാവിനാൽ അപാരമായ അധികാരം നൽകപ്പെട്ടതും എന്നാൽ പിന്നീട് ഒരു ദുഷ്ടജീവിയാകാൻ ശപിക്കപ്പെട്ടതുമായ താരക എന്ന സ്ത്രീയുടെ ശക്തിയെ രാമൻ ചോദ്യം ചെയ്യുന്നു. ബ്രാഹ്മണരുടെയും പശുക്കളുടെയും ക്ഷേമത്തിനായി അവളെ കൊല്ലാൻ വിക്രമമിത്രൻ രാമനോട് കൽപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ മറ്റ് ഭരണാധികാരികൾ ദുഷ്ട സ്ത്രീകളെ കൊന്നതിൻ്റെ മാതൃക ഉദ്ധരിച്ചു. അവളുടെ സ്ത്രീത്വത്താൽ സംരക്ഷിക്കപ്പെടുന്ന രാക്ഷസനായ താരകയെ കൊല്ലാൻ ദൃഢനിശ്ചയമുള്ള രാമൻ അവനെ സഹോദരൻ ലക്ഷ്മണനെയും നശിപ്പിക്കാനുള്ള അവളുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നു. താരകയുടെ മിഥ്യാധാരണകളിൽ നിന്ന് വ്യതിചലിച്ച രാമൻ അവളെ അമ്പുകൾ കൊണ്ട് കൊല്ലുന്നു. സന്തോഷത്തോടെ രാമനെ നയിച്ചതിന് ദേവന്മാർ വിക്രമിത്രയ്ക്ക് പ്രതിഫലം നൽകുന്നു. ശക്തനായ സന്യാസിയായ വിക്രമിത്ര രാഘവൻ ഡിസ്കസുകൾ, ചക്രങ്ങൾ, ഗദങ്ങൾ, ഡിസ്തകളെ വിറ്റ് വിവിധ സ്വർഗീയ ആയുധങ്ങൾ നൽകുന്നു. ഇത് അദ്ദേഹത്തെ യുദ്ധത്തിൽ അജയനാക്കുന്നു. ചാൽക്കൺവാക്കുകളിലെ ഒരു സംക്ഷിപ്ത സംഗ്രഹം ഇതാ. ഖഗോൽസ്ഥൻ രാമൻ വിശ്വാമിത്രൻ നിന്ന് ശക്തമായ ആയുധങ്ങൾ സ്വീകരിക്കുകയും അവരുടെ മന്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. ആയുധങ്ങൾ മനുഷ്യരൂപങ്ങളിൽ പ്രകടമാവുകയും രാമനെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് അവൻ അടുത്തുള്ള ഒരു വനത്തെക്കുറിച്ച് ചോദിക്കുന്നു. അതിൻ്റെ സൗന്ദര്യത്തെ ചാൽവുച്ച വാക്കുകളിലെ വാചകത്തിൻ്റെ സംഗ്രഹം ഇതാ. നൂറ്റാണ്ടുകളായി വസിച്ചിരുന്ന സിദ്ധഗ്രഹത്തിലെ വിഷ്ണുവിൻ്റെ സന്യാസത്തെക്കുറിച്ച് വിക്രമിത്ര രാമനോട് പറയുന്നു. ഒരു കുള്ളൻ രൂപം സ്വീകരിക്കാനും ഭൂമിയുടെ വാലിയുടെ ഭാഗം ഏറ്റെടുക്കാനും ദൈവങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം ആകാശങ്ങളെ സഹായിക്കാൻ ചെയ്തു. വിക്രമിത്ര തുടർന്ന് രാമനും ലക്ഷ്മണനും 6 രാത്രികൾ സന്യാസിയായ വിക്രമമിത്രയെ പിശാചുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. രാക്ഷസന്മാരായ മാരീചയും സുവാഹവും അവരെ ആക്രമിക്കുമ്പോൾ രാമൻ അവരെ പരാജയപ്പെടുത്താൻ ശക്തമായ മാന്ത്രിക അമ്പുകൾ ഉപയോഗിക്കുന്നു. യാഗം സംരക്ഷിക്കുകയും വിക്രമിത്ര ഉൾപ്പെടെയുള്ള വിശുദ്ധരിൽ നിന്ന് പ്രശംസ നേടും. രാമനും ലക്ഷ്മണനും മിഥിലയിൽ ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്ന വിക്രമിത്ര സന്യാസിയെ കണ്ടുമുട്ടുന്നു. അവർ വിക്രമിത്രയോടും മറ്റു മുനിമാരോടും ഒപ്പം പുറപ്പെടുന്നു. തുടർന്ന് ഭക്തജ് വഴിയിൽ രാമൻ വിക്രമിത്രയോട്
അവർ സഞ്ചരിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് ചോദിക്കുന്നു. അവരുടെ ശിക്ഷയിലേക്ക് നയിക്കുന്ന അധിക്ഷമതി വിവാഹം കൈട്ടി ദേവനായ വായുവിനെ. കുഗനഭ രാജാവിന്റെ പെൺമക്കളോട് വായു മോശമായി പെരുമാറുന്നു. പക്ഷേ അവരുടെ പിതാവ് അവനോട് ക്ഷമിക്കുന്നു. തുടർന്ന് രാജാവ് തന്റെ പെൺമക്കളെ ബ്രഹ്മത്തിന് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ബ്രഹ്മചര്യ തപസ്സിലൂടെ നീതിമാനായ ഒരു മകൻ നൽകപ്പെട്ട ഭക്തനായ സന്യാസിയായ ബ്രഹ്മദത്തെ 100 പെൺമക്കളെ വിവാഹം കഴിക്കുകയും ശക്തനായ സന്യാസിയായ വിക്രമിത്ര കുഗയിൽ നിന്ന് ജനിച്ചതും ഗദിയിൽ നിന്ന് വന്നതുമായ തന്റെ വംശത്തെക്കുറിച്ച് രാമനോട് പറയുന്നു. ഒരു നദിയായി മാറിയ തന്റെ സഹോദരി കൗചികിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയും തന്റെ യാഗം പൂർത്തിയാക്കാൻ താൻ സിദ്ധാക്രമത്തിൽ വന്നതിൽ വശദീകരിക്കുകയും ചെയ്യുന്നു. ചന്ദ്രൻ ഉദിക്കുന്നതും പശ്ചാത്തലത്തിൽ സജീവമായിരിക്കുന്ന വിവിധ രാത്രിയിലാണ് ഗംഗയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിക്രമിത്ര രാമനോട് പറയുന്നു. പർവ്വതങ്ങളുടെ രാജാവായ ഹിമാവത്തിന് 2 പെൺമക്കളുണ്ട്, ഗംഗയും ഉമയും. ദേവന്മാർ അവരുടെ ജോലിയിൽ സഹായിക്കാൻ ഗംഗയെ അവനോട് ആവശ്യപ്പെട്ടു. അതിനാൽ അവൻ അവർക്ക് നൽകി. ഉമ തപസ് തന്റെ സമ്പത്തായി സ്വീകരിക്കുകയും ഹിമാവത് രുദ്രൻ നൽകുകയും ചെയ്തു. മഹാദേവന്റെയും ഉമയുടെയും കഥ വിക്രമിത്ര രാമനോടും ലക്ഷ്മണനോടും വിവരിക്കുന്നു. മഹാദേവന് ജീവനുള്ള ദ്രാവകം, ഒരു പർവ്വതം, നാണക്കാടുകളുടെ വനം, കാർത്തികേയൻ എന്നിവ സൃഷ്ടിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ദശരഥത്തിനു അദ്ദേഹത്തിന്റെ ഭാര്യ ദേവരിനായിരുന്നു. ഇന്ദ്രന്റെയും അഗ്നിയുടെയും നേതൃത്വത്തിൽ ദേവന്മാർ തങ്ങളുടെ ആൺമക്കളില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം തേടി ബ്രഹ്മാവിനെ സമീപിച്ചു. അഗ്നിയുടെ ഊർജത്തിലൂടെ ഗംഗ ഒരു മകനെ പ്രസവിക്കുമെന്നും ഭ്രൂണം ദിവ്യശക്തിയോടെ ജനിച്ച ലോഹങ്ങൾ ഭൂമിയിൽ രൂപപ്പെടുമെന്നും അവരോട് പറയപ്പെട്ടു. സ്കന്ദൻ എന്നും അറിയപ്പെടുന്ന കാർത്തികേയൻ എന്ന കുട്ടി കൃതികളാൽ മുലകുടിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു ദിവസം അയോധ്യയിലെ രാജാവായ സാഗര തപസ് നടത്തുകയും ഭൃഗുമുനി അദ്ദേഹത്തിനു ഒരു വരം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് മഹത്തായ സന്തതിയും പ്രശസ്തിയും ഉണ്ടാകും. ഒരു ഭാര്യ തന്റെ വംശത്തെ നിലനിർത്താൻ ഒരൊറ്റ മകനെ പ്രസവിക്കുകയും മറ്റൊരാൾ അദ്ദേഹത്തിനാലും സാഗരയുടെ മൂത്ത മകൻ അസമജന്റെ തന്റെ പൂർവികനായ സാഗരന്റെ യാഗത്തെക്കുറിച്ച് രാമൻ വിക്രമിത്ര മഹർഷിയോട് ചോദിക്കുന്നു. ഈ പ്രക്രിയയിൽ മോഷ്ടിച്ച യാഗകുതിരയെ കണ്ടെത്താനും ദൈവങ്ങളെയും അസുരന്മാരെയും മറ്റു ജീവജാലങ്ങളെയും ശല്യപ്പെടുത്താനും സാഗരയുടെ 60,000 പുത്രന്മാർ പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉൾപ്പെടെ ഭൂമി മുഴുവൻ ഖനനം ചെയ്തതായി വിക്രമിത്ര രാമനോട് പറയുന്നു. കപിലന്റെ രൂപത്തിൽ വാസുദേവൻ ഭൂമിയെ നിലനിർത്തുന്നുവെന്ന് മഹാനായ ദേവന്മാർ ദിവ്യദേവന്മാരെ അറിയിക്കുന്നു. മോഷ്ടിച്ച കുതിരയെ കണ്ടെത്താൻ സാഗരയുടെ പുത്രന്മാർ ഭൂമിയിൽ കുഴിച്ചെടുക്കുന്നു. പക്ഷെ പകരം ഭൂമിയെ പിടിച്ചിരിക്കുന്ന 4 ശക്തരായ ആനകളെ കണ്ടുമുട്ടുന്നു. ഒടുവിൽ അവർ വാസുദേവനെയും കുതിരയെയും കണ്ടെത്തുകയും അവന്റെ കോപത്താൽ ചാരമായി മാറുകയും ചെയ്യുന്നു. തന്റെ അമ്മമാരുടെയും ബലികുതിരയുടെയും തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാഗര രാജാവ് തന്റെ കൊച്ചുമകൻ അംഗുമത്തിനെ അയക്കുന്നു. വഴിയിൽ അംഗുമത്ത് വിവിധ ജീവികളെ കണ്ടുമുട്ടുന്നു. അതിൽ ഒരു ആന ഉൾപ്പെടുന്നു. അവൻ തന്റെ അമ്മാവന്മാരെ കപിലവതിയൻ നന്മയ്ക്കായി ഭക്ഷിച്ചുവെന്ന് അറിയിക്കുന്നു. പക്ഷി പ്രഭുവായ സുബർണയുടെ മാർഗനിർദ്ദേശത്തോടെ അംഗുമത്ത് ദിലീപ രാജാവിന്റെ മകനായ ഭാഗീരഥൻ ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്ന് താഴെയിറക്കാൻ കഠിനമായ തപസ് നടത്തി. ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ താഴെ സമ്മതിക്കുകയും ഗംഗയെ തലയിൽ പിടിക്കാൻ ശിവനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം ശിവൻ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കുകയും സാഗരയുടെ 7 പുത്രന്മാരുടെ ചിതാഭസ്മം
കഴുകി സ്വർഗത്തിനായി ശുദ്ധീകരിക്കും. ഭാഗീരഥ രാജാവ് ഗംഗയുടെ ജലവുമായി സമുദ്രത്തിൽ എത്തുകയും തന്റെ പൂർവികരുടെ പുത്രന്മാരുടെ ചിതാഭസ്മം കഴുകിയ ശേഷം ബ്രഹ്മാവ് അവരെ സ്വർഗത്തിലേക്ക് കൈമാറിയതായി അറിയിക്കുകയും ചെയ്യുന്നു. ഭാഗീരഥൻ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് സമൃദ്ധമായി ഭരിക്കാനും തന്റെ രാജ്യത്തിന് സമാധാനം കൊണ്ടുവരാനും വീട്ടിലേക്ക് മടങ്ങുന്നു. ഗംഗയുടെ സമുദ്രത്തിലേക്കുള്ള ഇറക്കത്തെക്കുറിച്ചുള്ള വിക്രമിത്രയുടെ കഥയിൽ രാമനും ലക്ഷ്മണനും അത്ഭുതപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ അവർ വിക്രമിത്രയുമായി നദി മുറിച്ചുകടന്ന് വികാല നഗരത്തിൽ പ്രവേശിക്കുന്നു. രാമൻ അതിൻ്റെ രാജകീയ വംശത്തെക്കുറിച്ച് ചോദിക്കുന്നു. കൂടാതെ സമുദ്രത്തെ ചവിട്ടിമെതിക്കുന്ന ദേവന്മാർ എങ്ങതവും വരുന്നു. തൻ്റെ മക്കളുടെ മരണത്തിൽ ദുഃഖിതയായ ദിതി സക്രയെ കൊല്ലാൻ കഴിയുന്ന ഒരു മകനെ കാശ്യപയോട് ആവശ്യപ്പെട്ടു. കാശ്യപ സമ്മതിക്കുകയും അവളുടെ ഗർഭപാത്രത്തെ വളം ചേർക്കാൻ ദിതിന്റെ ശരീരം കൈപ്പത്തിക്കൊണ്ട് തടവിക്കൊള്ളുകയും ചെയ്തു. അവൾ തപസ് പരിശീലിക്കുമ്പോൾ സക്ര അവളെ സേവിച്ചു അവളുടെ വ്യക്തിയെ തടവി ക്ഷീണം നീക്കം ചെയ്തു. ഭ്രൂണത്തെ 7 ഭാഗങ്ങളായി വിഭജിക്കാൻ കാരണമായ അവളുടെ തെറ്റിൽ വേദനിച്ച ദിതി അവരെ മരുതുകളുടെ രക്ഷാധികാരികളാകാൻ അനുവദിക്കണമെന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രൻ സമ്മതിക്കുകയും ദിതിന്റെ പുത്രന്മാർ വിവിധ പ്രദേശങ്ങളിലുടനീളം ശക്തരായ ജീവികളായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് വാചകം വിക്കാല നഗരത്തിൽ രാമനും വിക്രമിത്രയും തമ്മിൽ ദശരഥന്റെ പുത്രന്മാർ വിക്രമിത്രയെ കണ്ടുമുട്ടുകയും അതിഥികളായി സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്ദ്രന്റെ വഞ്ചനാപരമായ രൂപത്താൽ അന്യായം ചെയ്യപ്പെട്ട ഗൗതമന്റെ ഉടമസ്ഥതയിലുള്ള മിഥിലയിലെ ഒരു പുരാതന ആശ്രമത്തെക്കുറിച്ച് സന്യാസി അവരോട് പറയുന്നു. ഗൗതമൻ തന്റെ അണ്ഡകോശവും അഹല്യയും നഷ്ടപ്പെടുമെന്ന് ഇന്ദ്രനെ ശപിക്കുകയും ഗൗതമന്റെ ശാപത്താൽ 1000 കണ്ണുകളുള്ള ദേവനായ സക്ര തന്റെ അണ്ഡകോശത്തെ നീക്കം ചെയ്തു. ഒരു ആട്ടുകൊറ്റന്റെ അണ്ഡകോശത്തിൽ ചേർത്ത് അവർ അത് പുനഃസ്ഥാപിച്ചു. അതേസമയം തന്റെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട അഹല്യ ഗൗതമനുമായി വീണ്ടും ഒന്നിക്കുകയും ആകാശങ്ങളാൽ ആദരിക്കപ്പെടുകയും മിഥിലയിലേക്ക് പോകുന്നതിനു മുമ്പ് രാമൻ അവരുടെ അനുഗ്രഹങ്ങൾ രാമനും ലക്ഷ്മണനും ജനകന്റെ യാഗത്തിനായി യാഗഭൂമിയിൽ എത്തുന്നു. സന്യാസിയായ വിക്രമമിത്ര അവയെ സ്വാഗതം ചെയ്യുകയും അവരുടെ വാസസ്ഥലം ക്രമീകരിക്കുകയും ചെയ്യുന്നു. ജനകൻ വിക്രമമിത്രയെ അഭിവാദ്യം ചെയ്യുകയും വീരന്മാരായും അമർത്യരുമായി സാമ്യമുള്ളവരായും വിശേഷിപ്പിക്കപ്പെടുന്ന രാമനെയും ലക്ഷ്മണനെയും കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. ഗൗതമന്റെ മൂത്ത മകനായ സദനന്ദൻ രാമന്റെ സാന്നിധ്യം കണ്ട് ആശ്ചര്യപ്പെടുന്നു. ശക്തനായ സന്യാസിയായ വിക്രമൻ മിത്ര രാമനെ തന്റെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും രാമനുമായുള്ള തന്റെ അമ്മയുടെ മുൻകാല ഏറ്റുമുട്ടലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു. സത്യനന്ദ തുടർന്ന് രാമനെ പ്രശംസിക്കുകയും ശക്തനായ രാജാവും സന്യാസിയുമായ വിക്രമിത്ര വസിഷ്ഠന്റെ ആശ്രമത്തെ സന്ദർശിക്കുന്നു. അവിടെ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും ഭക്ഷണവും ആതിഥ്യവും നൽകി രസിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുവരും സംഭാഷണത്തിൽ ഏർപ്പെടുകയും പരസ്പരം ക്ഷേമത്തെക്കുറിച്ച് ചോദ്യങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. വിക്രമിത്ര വസിഷ്ഠന്റെ ആതിഥേയത്വം സ്വീകരിക്കുകയും രാജാവ് 1,00,000 കൈനികൾക്ക് പ്രതിഫലം നൽകണമെന്ന് വിക്രമിത്ര വസിഷ്ഠന്റെ ദാസനായ സാവലയോട് അഭ്യർത്ഥിക്കുന്നു. തന്റെ ക്ഷേമത്തിനും ദൈനംദിന ആചാരങ്ങൾക്കും സാവല അത്യന്താപേക്ഷിതമാണെന്നും വേർപിരിയാൻ കഴിയില്ലെന്ന് പഠനക്ഷേമത്തിനും ദൈനംദിന വിവിധ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
എന്നാൽ വസിഷ്ഠൻ തന്നെ നിരസിക്കുന്നതിൽ ശക്തനായ ഒരു രാജാവായ വിക്രമിത്ര സന്യാസി വസിഷ്ഠന്റെ അർപ്പണബോധമുള്ള സേവകനായ സാവലയെ കൊണ്ടുപോവുകയായിരുന്നു. എന്നിരുന്നാലും അവളെ വസിഷ്ഠൻ ഉപേക്ഷിച്ചുവെന്ന് സംശയിച്ച് സാവല അയാളുടെ അടുത്തേക്ക് തിരിച്ചുപോയി. വിക്രമിത്രന്റെ ശക്തിയിൽ നിന്ന് അവളെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് വസിഷ്ഠൻ വിശദീകരിച്ചു. എന്നാൽ ബ്രാഹ്മണരുടെ ശ്രേഷ്ഠമായ വസിഷ്ഠന്റെ ശക്തികളാൽ വിക്രമിത്രന്റെ സൈന്യം നശിപ്പിക്കപ്പെട്ടു. വിഗ്രഹാരാധകനായ വൃഷധ്വജന്റെ അമ്പെയ്ത്ത് വൈദഗ്ധ്യം നേടുന്നതിനായി വിക്രമിത്ര പിന്നീട് തപസ് ചെയ്തു. പുതിയതായി കണ്ടെത്തിയ കഴിവുകളോടെ വിക്രമിത്രൻ വസിഷ്ഠന്റെ ആശ്രമത്തെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. എന്നാൽ പ്രകോപിതനായ വസിഷ്ഠൻ വിക്രമിത്രനെ ശക്തനായ ക്ഷത്രിയനായ വിക്രമിത്രൻ വസിഷ്ഠനെ വിവിധ ദിവ്യായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. പക്ഷേ അവന്റെ ബ്രഹ്മവടി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു. പ്രകോപിതനായ വിക്രമിത്രൻ ശക്തമായ ഒരു ബ്രഹ്മായുധം പ്രയോഗിക്കുന്നു. പക്ഷേ അവിടെ വിക്രമിത്ര തോൽവി അംഗീകരിക്കുകയും ബ്രാഹ്മണഹൂത് നേടുന്നതിനായി കഠിനമായ തപസ് നടത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. വാക്കുകളിലെ ഒരു സംക്ഷിപ്ത സംഗ്രഹം ഇതാ. വിശ്വാമിത്രൻ വസിഷ്ഠന്റെ ശത്രുവായി തീർന്ന ശേഷം 1000 വർഷത്തോളം കഠിനമായ വിക്രമിത്രന്റെ ബ്രഹ്മ അദ്ദേഹത്തെ രാജർഷിയായി അംഗീകരിക്കുകയും ദൈവങ്ങളെ സ്വർഗത്തിലേക്ക് അനുഗമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വിക്രമിത്ര തന്റെ സന്യാസത്തിന് യഥാർത്ഥ മൂല്യമില്ലെന്ന് തോന്നി. അതിനാൽ തങ്ങളുടെ പിതാവിനോടും തങ്ങളോടും ഉള്ള അനാദരവ് കാരണം അവൻ ഒരു ചണ്ടാലയായി പുറത്താക്കപ്പെട്ട മാറുമെന്ന് പറഞ്ഞ് ത്രിശങ്കുവിന്റെ 100 പുത്രന്മാർ അവനെ ശപിക്കുന്നു. രാജാവ് ചണ്ടാലയിലേക്ക് വീഴുകയും രാജാവിന്റെ ഉദ്ദേശ്യങ്ങളിൽ സഹതാപവും സംശയായ വിക്രമമിത്രയുടെ സഹായം തേടുകയും ചെയ്യുന്നു. ഇത് സഹായത്തിനുള്ള അപേക്ഷയിലേക്ക് നയിക്കുന്നു. വിക്രമമിത്രയുടെ പുത്രന്മാരും ശിഷ്യന്മാരും രാമന് വേണ്ടി യാഗം ചെയ്യാൻ ബ്രാഹ്മണരെ ശേഖരിക്കുന്നു. എന്നാൽ രാമന്റെ ചണ്ടാല പദവി കാരണം വസിഷ്ഠന്റെ പുത്രന്മാർ വിസമ്മതിക്കുന്നു. രോഷാകുലനായ വിക്രമിത്ര അവരെ പുറത്താക്കപ്പെട്ടവരായി ജനിക്കാൻ ശപിക്കുന്നു. ജീവനുകൾ സഹിക്കുന്നു. അതേസമയം മഹോദയ നിഷാദഹുദിന് ശക്തനായ സന്യാസിയായ വിക്രമിത്ര സ്വയം സമ്പാദിച്ച സന്യാസത്തിലൂടെ ത്രിശങ്കുവിനെ ശാരീരിക്ക് കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവങ്ങളിൽ നിരവധി ശ്രമങ്ങൾക്കും ശാപങ്ങൾക്കും ശേഷം വിക്രമിത്ര സൃഷ്ടിച്ച നക്ഷത്രങ്ങൾക്കൊപ്പം ത്രിശങ്കുവിനെ ഒരു അമർത്യനായി സ്വർഗത്തിൽ വസിക്കാൻ അനുവദിച്ചുകൊണ്ട് വിക്രമിത്രയുടെ പ്രതിജ്ഞയെ ദേവന്മാർ ആദരിക്കുന്നു. സന്യാസിമാർ പോയതിനു ശേഷം വിക്രമിത്രയുടെ സംഘം കാട്ടുവിടുന്നു. ഇന്ദ്രൻ മോഷ്ടിച്ച ഒരു ബലി മൃഗത്തെ അന്വേഷിക്കുന്ന അംബരീഷ രാജാവ് പകരം തന്റെ ഒരു മകനെ വിറ്റതിന് ഋച്ചികയ്ക്ക് ധാരാളം പരിധിമൃഗത്തെ അന്വേഷിക്കുന്ന വാഗ്ദാനം സുനകയെ വിൽക്കുന്നില്ല. എന്നാൽ അവരുടെ രണ്ടാമത്തെ മകൻ സുനസഫെ വലിയ സമ്പത്തിന് പകരമായി രാജാവ് ശ്വേത തന്റെ കുടുംബം ഉപേക്ഷിച്ചു പോയ ഒരു വിശിഷ്ട രാജാവായ സുനാസേഫ തന്റെ അമ്മാവൻ വിക്രമിത്രയിൽ നിന്ന് സംരക്ഷണം തേടുന്നു. ഒരു ശക്തനായ സന്യാസിയായ വിക്രമിത്രയെ മേനക ഒരു അപ്സര വ്യതിചലിപ്പിക്കുന്നു. 5 വർഷത്തേക്ക് അവന്റെ തപസ് തടസ്സപ്പെടുന്നു. തുടർന്ന് അവൻ അവളെ ഉപേക്ഷിച്ച് വടക്കൻ പർവ്വതങ്ങളിൽ കഠിനമായ തപസ്സിൽ ഏർപ്പെടുന്നു. പക്ഷേ അപ്പോഴും തന്റെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. ഇന്ദ്രൻ സന്യാസിയായ വിക്രമിത്രയെ വശീകരിക്കാൻ രാംബയെ അയക്കുന്നു. പക്ഷേ അവൻ പ്രകോപിതനാകുകയും ദസ്തർവശത്തേക്ക് ഒരു കല്ലായി തുടരാൻ അവളെ ശപിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ ശ്രമം തിരിച്ചടിക്കുന്നു.
സർശാപം കൊണ്ട് നിറഞ്ഞ വിക്രമിത്ര സ്വയം നിരസിക്കുന്ന ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും തൻ്റെ ശക്തനായ സന്യാസിയായ വിക്രമിത്രൻ 400 വർഷത്തോളം കിഴക്ക് ദിശയിൽ തപസ് നടത്തുകയും നിശബ്ദനായിരിക്കുകയും ചെയ്യുന്നു. ദൈവങ്ങൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവൻ ഉറച്ചു നിൽക്കുന്നു. ഒടുവിൽ ദീർഘായുസ്സിനുമുള്ള അവൻ്റെ ആഗ്രഹം അംഗീകരിക്കുകയും ബ്രഹ്മാവിൻ്റെ മകൻ വസിഷ്ഠൻ വിക്രമിത്രയെ മിഥിലയിലെ രാജാവായ ജനകൻ സന്ദർശനത്തിനെത്തുന്ന വിക്രമിത്രനെയും രാഘവനെയും രാമൻ സ്വാഗതം ചെയ്യുന്നു. തൻ്റെ മകൾ സീതയെ വിവാഹം കഴിക്കാനുള്ള രാമന്റെ യോഗ്യത താൻ പരീക്ഷിക്കുകയാണെന്ന് ജനകൻ വിശദീകരിക്കുന്നു. ദിവ്യമായ വിൽ കെട്ടാൻ കഴിയുന്ന ആർക്കും സമ്മാനമായി സീതയെ വാഗ്ദാനം ചെയ്യുന്നു. ഖല്ലിസഡ് ഹരട്ടി വാക്കുവകളി സംഗ്രഹം ജാനദവലാമൻ ദിവ്യമായ വില്യമ സംഗ്രഹം ഇതാ. ജാനക രാജാവ് രാമൻ ദിവ്യമായ വില്ല് സമ്മാനിക്കുന്നു. അത് കെട്ടാൻ കഴിയുന്ന ആരെയും വെല്ലുവിളിക്കുന്നു. ആകർഷിക്കപ്പെട്ട ജനകൻ തൻ്റെ മകൾ മിഥിലയിൽ നിന്നുള്ള ദൂതന്മാർ അയോധ്യയിലെത്തുകയും തൻ്റെ മകൾ സീതയെ രാമൻ നൽകാനുള്ള ജനകന്റെ ആഗ്രഹത്തെക്കുറിച്ച് ദശരഥ രാജാവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ജനകനുമായുള്ള സഖ്യത്തിൻ്റെ പ്രതീക്ഷയിൽ രാജാവ് സന്തോഷിക്കുകയും അടുത്ത ദിവസം മിഥിലയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ദശരഥ രാജാവ് വിദേഹയിലെത്തുന്നു. അവിടെ ജനക രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പിറ്റേന്ന് വിശുദ്ധന്മാരോടൊപ്പം തൻ്റെ പെൺമക്കളോടൊപ്പം യാഗവും നടത്താൻ ജനകൻ ദശരഥനെ ക്ഷണിക്കുന്നു. ദശരഥൻ സമ്മതിക്കുന്നു. ഇരു രാജാക്കന്മാരും സന്തോഷത്തോടെ രാത്രി ചെലവഴിക്കുന്നു. ശങ്കസിയിലുള്ള തൻ്റെ സഹോദരൻ കുശാധ്വജന് യാഗത്തിനായി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജനകൻ ഒരു സന്ദേശം അയക്കുന്നു. കുശാധ്വജൻ ഇറ്റകിയും ചടങ്ങിലേക്ക് അയോധ്യയിലെ അയോനിമണു ബ്രഹ്മാവിനോടും വിവരിക്കുകയും ചെയ്യുന്നു. നിമി മുതൽ തനിക്കുള്ള രാജാക്കന്മാരുടെ തെക്കത് തലമുറകളെക്കുറിച്ച് ജനകൻ വസിഷ്ഠനോട് തന്റെ രാജകീയ വംശാവലി വിശദീകരിക്കുന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ 2 പെൺമക്കളായ സീതയെ ഊർമിളയും രാമനും ലക്ഷ്മണനും ഭാര്യമാരായി വാഗ്ദാനം ചെയ്യുന്നു. 3-ാം ദിവസം അവരുടെ വിവാഹ ചടങ്ങ് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. രാമന്റെ സഹോദരന്മാരായ ഭരതനെയും ശത്രുഘ്നനെയും വിവാഹം കഴിക്കാൻ വിക്രമിത്രനും വസിഷ്ഠനും ജനകനോട് ആവശ്യപ്പെടുന്നു. അത്തരം ശക്തരായ മുനിമാർ തൻ്റെ കുടുംബവുമായി ഒരു സഖ്യം ആഗ്രഹിക്കുന്നത് ഒരു അനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് ജനകൻ സമ്മതിക്കുന്നു. വിവാഹം ആസൂത്രണം ചെയ്യപ്പെടുന്നു. രാജാക്കന്മാർ ആചാരങ്ങൾ നടത്തുകയും അവരുടെ ആൺമക്കൾക്ക് ഭാഗ്യം രാമൻ ഉൾപ്പെടെയുള്ള ദശരഥ രാജാവിൻ്റെ പുത്രന്മാർ ജനക രാജാവിൻ്റെ പുത്രിമാരും ഒരു വിവാഹച്ചടങ്ങിനായി മിഥിലയിൽ എത്തുന്നു. വസിഷ്ഠൻ വിവാഹ ചടങ്ങുകൾ നടത്തുകയും രാജാവിൻ്റെ അനുമതി നേടിയ ശേഷം സീതയെ തൻ്റെ ഡ്യൂട്ടിയിലെ പങ്കാളിയായി രാമന് കൈമാറുകയും ചെയ്യുന്നു. മറ്റ് സഹോദരന്മാരും ജനകനിൽ നിന്ന് വധുക്കളെ സ്വീകരിക്കുകയും ഓർഡിനൻസ് മിഥിലയുടെ യജമാനനായ വൈദേഹനോടൊപ്പം തൻ്റെ തലസ്ഥാനത്തേക്ക് പോകാൻ ദശരഥ രാജാവ് തയ്യാറെടുക്കുന്നു. അവരുടെ വഴിയിൽ വിശുദ്ധരും പരിചാരകരും അവരോടൊപ്പം ചേരുന്നു. പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റ് വീശുന്നു. ഇത് കുഴപ്പമുണ്ടാക്കുന്നു. പക്ഷേ വസിഷ്ഠൻ ഇത് സമാധാനത്തിൻ്റെ അടയാളമാണെന്ന് രാജാവിന് ഉപലംബു. താമസിയാതെ അവർ തന്നെ കോടകയിൽ വില്യമായി
ജമദഗ്നിയുടെ ശക്തനായ മകൻ പരശുരാമൻ രാമനെ വെല്ലുവിളിക്കാനും തന്റെ ശക്തി പരീക്ഷിക്കാനും ദശരഥ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നു. മുമ്പ് വിഷ്ണുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു മത്സരത്തിൽ രുദ്രനെ പരാജയപ്പെടുത്തിയതുമായ അപാരമായ ശക്തിയുടെ വിൽ അദ്ദേഹം രാമൻ വാഗ്ദാനം ചെയ്യുന്നു. രാമൻ ഈ വിൽ നീട്ടാൻ കഴിയുമെങ്കിൽ ഭാർഗവയുടെ അപമാനങ്ങളിൽ പ്രകോപിതനായ രാമൻ ഭൃഗുവിൻ്റെ വിൽ ഉയർത്തി ശത്രുതാപരമായ പട്ടണങ്ങൾ കീഴിലുള്ള ഒരു അമ്പെറിയുന്നു. രാമന്റെ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ആകാശങ്ങളും വിശുദ്ധരും ഒത്തുകൂടുന്നു. അതേസമയം ഭാർഗവൻ തന്റെ ഊർജം ഇല്ലാതായതിനാൽ ശൂന്യതയിലാകുന്നു. അവൻ തോൽവി സമ്മതിക്കുകയും മഹേന്ദ്രപർവ്വതത്തിലെ ചെയ്യുന്നു. രാമൻ പോയതിനു ശേഷം ദശരഥ രാജാവ് തന്റെ സൈന്യവും അയോധ്യയിലേക്ക് മടങ്ങുകയും പൗരന്മാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. രാമൻ അകലെ നെല്ലിയിലേക്ക് മടങ്ങുകയും തഞ്ചെന്തായി നിയമിതനായ തന്റെ പൈൻഭാരതിമാരഭിന്യം അന്നിച്ചതിൽ രാമൻ തന്റെ പിതാവിനെയും ജനങ്ങളെയും തന്റെ ജമതകൾ തന്റെ മകൻ രാമന്റെ അസാധാരണമായ ഗുണങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ദാഗരാധ രാജാവ് അവനെ പ്രത്യക്ഷമായ അനന്തരാകരെ കൊന്നു. രാമൻ അന്തസ് നൽകാൻ അദ്ദേഹം പ്രഭുക്കന്മാരെയും പ്രധാനമന്ത്രിമാരെയും കൂട്ടിച്ചേർക്കുന്നു. അത് തന്റെ ദുഃഖം ഇല്ലാതാക്കുകയും ജനങ്ങൾക്ക് അഭിവൃദ്ധി നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജാവ് രാമന്റെ സദ്ഗുണങ്ങളെ സാളുക്കി സഫുകളിലെ വാചകത്തിന്റെ സംഗ്രഹം. ഇതാ രാമനെ പ്രത്യക്ഷമായ അനന്തരാവാസിയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ദശരഥ രാജാവ് വിരമിക്കാനുള്ള ആഗ്രഹം പ്രത്യക്ഷമായ അനന്തരാവകാശിയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ദശരഥ രാജാവ് വിരമിക്കാനുള്ള ആഗ്രഹം പ്രഖ്യാപിക്കുന്നു. ദേവന്മാരുടെയും ദേവതകളുടെയും ദേവതപ്പെടുത്തുകയും ചെയ്യുന്നു. ദേവന്മാരുടെയും ദേവതകളുടെയും ദേവതത്തെ തന്റെ മകൻ രാമനെ അനന്തരാവകാശിയായി പ്രതിഷ്ഠിച്ചതിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ബ്രാഹ്മണർക്കോടെ ഒരു പ്രതിനിധി സംഘത്തെ ദശരഥ രാജാവ് സ്വാഗതം ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതും വിവിധ സമ്മാനങ്ങളും അലങ്കാരങ്ങളും തയ്യാറാക്കുക ഉൾപ്പെടുന്ന ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾക്ക് രാജാവ് ഉദ്ദേഹം അഗ്നിയരാജാവിന്റെ മുൻപിൽ കൊണ്ടുപോയി അദ്ദേഹം തൽസാൻവ വാക്കുകളുടെ ഒരു സംക്ഷിപ്ത സംഗ്രഹം. ഇതാ ആസന്നമായ മരണവും അശുഭകരമായ സ്വപ്നങ്ങളും കാരണം രാമനെ അനന്തരാവകാശിയായി സ്ഥാപിക്കാൻ ദർശിക്കപ്പെടാനും അദ്ദേഹം രാമനോട് നിർദ്ദേശിക്കുന്നു. രാമനെ സ്ഥാനാരോഹണത്തിനായി ഒരുക്കാൻ ദശരഥ രാജാവ് വസിഷ്ഠനെ വിളിക്കുന്നു. വസിഷ്ഠൻ രാമന്റെ വസതി തയ്യാറാക്കുകയും സീതയോടൊപ്പം ഉപവസിപ്പിക്കുകയും ചെയ്യുന്നു. അയോധ്യ രാമന്റെ പ്രതിഷ്ഠയ്ക്ക് തയ്യാറെടുക്കുന്നു. തെരുവുകൾ അലങ്കരിക്കുകയും ജനക്കൂട്ടം ആ സംഭവത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. വസിഷ്ഠനും രാമനു സീതയും നാരായണ് തീവെപ്പും ധ്യാനവും ഉൾപ്പെടെയുള്ള സായാഹ്ന ചടങ്ങുകൾ നടത്തുന്നു. രാമനെ അനന്തരാവകാശിയായി പ്രതിഷ്ഠിക്കുന്നതിനായി നഗരം അലങ്കരിച്ചതോടെ പൗരന്മാർ സീതയോടൊപ്പമുള്ള ഉപവാസത്തിൽ സന്തോഷിക്കുകയും ചടങ്ങിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദാസിയായ മന്ധര ദശരഥ രാജാവിനാൽ അവകാശിയായി പ്രതിഷ്ഠിക്കപ്പെടേണ്ട രാമന്റെ അമ്മയെന്ന നിലയിൽ തന്റെയുടെ അന്നേതേനെ ദേഷ്യത്തോടും ദുഃഖത്തോടും കൂടി ജ്വലിപ്പിക്കും. ഇത് തന്റെ സ്വന്തം മകൻ ഭരതൻ രാജ്യത്തിലെ തന്റെ ശരിയായ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുമെന്ന് അവളെ മനസ്സിലാക്കാൻ കാരണമാകുന്നു.
കൈകേയിയുടെ നേഴ്സായ മന്ധരരാമൻ രാജാവായതിൽ അസ്വസ്ഥനാകുകയും വരാനിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് കൈകേയിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കൈകേയി രാമനെ ന്യായീകരിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് കൈകേയിക്ക് മുന്നറിയിപ്പ് നൽകുകയും ഭരതൻ രാജകുടുംബത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പ്രവചിച്ചുകൊണ്ട് മന്ധര പ്രതികരിക്കുകയും തന്റെ മകനെ രാമൻ അട്ടിമറിക്കുകയും മന്ധരന്റെ ദേശവും സ്വാധീനവുമുള്ള കൈകേയി ദശരഥ രാജാവ് രാമനെ ചാഗ്രവർഷത്തേക്ക് വനത്തിലേക്ക് നാടുകടത്തണം, ഭരനെ അവകാശിയായി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഈ ലക്ഷ്യം നേടുന്നതിനായി അസുരന്മാർക്കെതിരായ യുദ്ധത്തിൽ ഭർത്താവ് നൽകിയ 2 അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാൻ അവൾ പദ്ധതിയിടുന്നു. രാമനോടുള്ള ക്രൂരമായ പ്രത്യാഘാതങ്ങൾക്കിടയിലും മന്ധരയോടുള്ള അവളെ തുഷ്ടോപദേശം ദശരഥ രാജാവ് തന്റെ അകത്തെ അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച് കൈകേയി രാജ്ഞിയെ രാമന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് അറിയിക്കുന്നു. പക്ഷെ അവൾ ദേഷ്യത്തോടെ നിലത്ത് കിടക്കുന്നത് കാണുന്നു. അവൻ സൗമ്യമായി അവളുടെ മേൽ കൈവച്ച് എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾ തനിക്കായി ഒരു വരം നേടാനുള്ള സ്വാർത്ഥമായ ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നു. അത് കൈകേയി ദശരഥ രാജാവിനെ അവൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്ത 2 വരങ്ങൾ താൻ കൈകാര്യം ചെയ്യുന്നു. തന്റെ മകൻ ഭരതനെ അവകാശിയായി സ്ഥാപിക്കാനും മൂത്ത മകനായ രാമനെ ജാൻഗവർഷത്തേക്ക് വനത്തിലേക്ക് നാടുകടത്താനും അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അവളുടെ സ്വാധീനത്തിൽ രാജാവ് ഈ വരങ്ങൾ താൻ സമ്മതിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മകനായ രാമനെ ചാലകവർഷത്തേക്ക് കാട്ടിലേക്ക് നാടുകടത്തണമെന്ന കൈകേയിയുടെ ആവശ്യത്തിൽ ദശരഥ രാജാവ് തകർന്നുപോയി. അവളുടെ ഉദ്ദേശ്യത്തിൽ തുടരുന്നു. രാജാവ് കുടുംബത്തിൽ അവരുടെ കുടുംബത്തിന് നാണക്കേടും നാശവും വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ അവൾ ദൃഢനിശ്ചയത്തിൽ തുടരുന്നു. രാജാവ് രാമനെ നാടുകടത്തിയതിൽ അസ്വസ്ഥനായ ദശരഥ രാജാവ് കൈകേയിയോട് അവളുടെ ആവശ്യം പിൻവലിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ നിവാസികളാൽ ലജ്ജിക്കപ്പെടുമെന്നും തന്റെ മകനെ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും കൈകേയി ഉറച്ചുനിൽക്കുന്നു. രാമനെ നാടുകടത്താൻ ദശരഥന്റെ രാജാവ് വിസമ്മതിച്ചതിൽ നിരാശനായ കൈകേയി തന്റെ വാഗ്ദാനം നിറവേറ്റാനും രാമനു പകരം ഭരതനെ രാജാവായി സ്ഥാപിക്കാനും അവനോട് അഭ്യർത്ഥിക്കുന്നു. ദുഃഖവും കുറ്റവും മൂലം രാജാവ് കൈകേയിയുടെ കൈയും അവളുടെ മകൻ ഭരതനെയും ഉപേക്ഷിക്കുന്നു. അതേസമയം മഹാപുരോഹിതനായ വസ്താചൽ ബ്രാഹ്മണ ഉപദേശകർ, സേനാധിപർ, വ്യാപാരികൾ, രാജപുരോഹിതൻ എന്നിവർ രാമന്റെ പ്രതിഷ്ഠയ്ക്കായി കൊട്ടാരത്തിന്റെ കവാടത്തിൽ കാത്തിരുന്നു. ചാരുദർ സുമന്ദ്ര എത്തി താൻ രാമനെ സഭയിലേക്ക് കൊണ്ടുവരുമെന്ന് അവരെ അറിയിച്ചു. അതേസമയം ഉറങ്ങിക്കിടന്ന ദശരഥ രാജാവിനെ ഉണർത്താൻ സുമന്ദ്ര കൊട്ടാരത്തിൽ പ്രവേശിച്ചു. തന്റെ പിതാവും കൈകേയിയും തന്നെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് അറിയിക്കാൻ സുമന്ദ്ര രാമന്റെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. സീതയോടൊപ്പം രാമൻ യോഗത്തിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തെ അനന്തരാവകാശിയായി പ്രതിഷ്ഠിക്കും. രാമന്റെ വിടവാങ്ങലിന് സാക്ഷ്യം വഹിക്കാൻ ജനക്കൂട്ടം തടിച്ചുകൂടുന്നു. പൂക്കൾ പൊഴിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്നു. വഴിയിൽ ആളുകൾ അവർ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ ഒരു അലങ്കരിച്ച രഥത്തിൽ രാമൻ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. റോഡിൽ സുഗന്ധങ്ങളും പൂക്കളും ഭക്ഷണവും നിറഞ്ഞിരിക്കുന്നു. എല്ലാ ജാതികളിൽ നിന്നുമുള്ള ആളുകൾ രാജാവായി പ്രതിഷ്ഠിക്കപ്പെട്ട രാമൻ അനുഗ്രഹങ്ങൾ അർപ്പിക്കുന്നു. അവൻ പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ അവനെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അനുയായികൾ രാമൻ രോഗിയും ദുഃഖിതനുമായ തന്റെ പിതാവായ ദശരഥ രാജാവിനെ സന്ദർശിക്കുന്നു.
അവൾ 2 വരങ്ങൾ ആവശ്യപ്പെട്ടതായി കൈകേയി വെളിപ്പെടുത്തുന്നു. രാമന്റെ 14 വർഷത്തെ വനവാസവും ഭരതനെ രാജാവായി പ്രതിഷ്ഠിച്ചതും. കൈകേയിയുടെ കോപത്തെ ഭയന്ന് പിൻവലിക്കാൻ കഴിയാത്ത ഈ വരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനത്തിന് രാജാവ് ബാധ്യസ്ഥനാണ്. സ്വന്തം വിമുഖതയ്ക്കിടയിലും ശത്രുക്കളുടെ വിനാശകനായ രാമനെ മരുമാതാവായ കൈകേയി കാട്ടിലേക്ക് നാടുകടത്തുന്നു. അവൾ ദശരഥ രാജാവിനെ നാടുകടത്താൻ നിർബന്ധിച്ചു. ദുഃഖിതനായിരുന്നിട്ടും രാമൻ തന്റെ വാഗ്ദാനം നിറവേറ്റാനും താഴ്മയോടെ പോകാനും ജീവനും ഭാര്യയും ജീവനും പിതാവിൻ്റെ ആഗ്രഹവും ജീവനും പിതാവിൻ്റെ തന്നതിനായി ഉപേക്ഷിക്കാൻ പോലും തൻ്റെ മകൻ 4 വർഷത്തേക്ക് വനത്തിലേക്ക് നാടുകടത്തപ്പെടുമെന്ന് അറിഞ്ഞ രാമന്റെ അമ്മ കൗകല്യ വിലപിക്കാൻ തുടങ്ങുന്നു. രാമനില്ലാതെ തൻ്റെ ജീവിതം ശൂന്യമാണെന്ന് തോന്നുകയും അവൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് അവൾ തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നു. പോകരുതെന്ന് രാമനെ പ്രേരിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നു. അവൻ ഒരു ഇരിപ്പിടവും ഭക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ രാമന്റെ വരാനിരിക്കുന്ന നാടുകടത്തലിൽ ദുഃഖിതനായ ലക്ഷ്മണൻ രാമൻ പകരം തനിക്കും ലക്ഷ്മണൻ രാജ്യം സുരക്ഷിതമാക്കാൻ കൗകല്യനോട് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും അവരെ എതിർത്താൽ അയോധ്യയിൽ നിന്ന് ഊച്ചൻ ഭീഷണിപ്പെടുത്തുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ ഉത്തരവുകൾ അനുസരിച്ച മഹാനായ വീരന്മാർ ഉദാഹരണത്തിലും അമ്മയുടെ അഭ്യർത്ഥനയായി മിഡിയൻ തൻ്റെ രാജപദവിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നിർത്തിവെക്കാനും പകരം വനത്തിലേക്കുള്ള നാടുകടത്തലിന് അദ്ദേഹത്തെ തയ്യാറാക്കാനും രാമൻ ലക്ഷ്മണനെ പ്രേരിപ്പിക്കുന്നു. വിധി നയിക്കുന്ന കൈകേയിയുടെ ദൃഢനിശ്ചയം ഉദ്ധരിച്ച് വിധി മനുഷ്യ നിയന്ത്രണത്തിന് അതീതമാണെന്നും അത് അനുസരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും രാമൻ ഊന്നി പറയുന്നു. ഇത് രാജ്യം ഉപേക്ഷിക്കാനും നാടുകടത്തൽ രാജ്യം വിട്ട് നാടുകടത്താനുള്ള രാമന്റെ തീരുമാനം അംഗീകരിക്കാൻ ലക്ഷ്മൺ വിമുഖനാണ്. തൻ്റെ പിതാവിൻ്റെ സ്വാധീനത്താൽ, പ്രത്യേകിച്ച് കൈകേയിയുടെ സ്വാധീനത്താൽ രാമന്റെ സദ്ഗുണങ്ങൾ തെറ്റിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. രാജ്യം സംരക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ വിധിയെ പരാജയപ്പെടുത്തുമെന്നും ലക്ഷ്മണൻ പ്രതിജ്ഞയെടുക്കുന്നു. പക്ഷേ രാമന്റെ അമ്മയായ കൗസല്യ അവൻ നാടുകടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ തൻ്റെ പിതാവിൻ്റെ നിറവേറ്റം നിർബന്ധിക്കുന്നു. ഫെർപിരിയുന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ അവൾ ദുഃഖിതയാവുകയും രാമനോട് അവളെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ രാമന്റെ അമ്മയായ കൗകല്യ തൻ്റെ മകൻ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവനെ സംരക്ഷിക്കുന്നതിനായി മംഗളകരമായ ചടങ്ങുകൾ നടത്തുന്നു. ദോഷത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ അവൾ വേദങ്ങളും ബ്രാഹ്മണരും ഉൾപ്പെടെ വിവിധ ദേവതകളെ വിളിക്കുന്നു. കണ്ണുകളോടെ അവൾ രാമനെ കാണുകയും തൻ്റെ ക്ഷേമം ദൈവങ്ങളെയും സ്വന്തം സദ്ഗുണങ്ങളെയും ഏൽപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ പിതാവിൻ്റെ കൈകേയിയോടുള്ള വാഗ്ദാനത്താൽ രാമൻ കാട്ടിലേക്ക് നാടുകടത്തപ്പെടുകയും ഇപ്പോൾ സീതയോടൊപ്പം പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. സീതയ്ക്ക് രാമന്റെ വിടവാങ്ങലിനെക്കുറിച്ച് ദുഃഖവും ഉത്കണ്ഠയുമില്ല. അവൻ അവളോട് അയോധ്യയിൽ തന്നെ തുടരാനും സ്വന്തം ആവശ്യങ്ങളെക്കാൾ ഭാരതന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി സദ്ഗുണപൂർണമായ ജീവിതം കാട്ടിലെ കഷ്ടപ്പാടുകളും അപകടങ്ങളും ഉണ്ടായിരുന്നിട്ടും രാഘവനെ നാടുകടത്താനുള്ള സന്നദ്ധത വൈദേഹി സീത പ്രകടിപ്പിക്കുന്നു. ഒരു ഭാര്യയുടെ കടമ തൻ്റെ ഭർത്താവിനെ പിന്തുടരുകയാണെന്നും വളരെ ദൂരം വരെ കഠിനമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് കാട്ടിൽ താമസിക്കുന്നതിൽ അവൾ സന്തുഷ്ടയാണെന്നും അവർ വാദിക്കുന്നു. കാട്ടിലേക്ക് തന്നെ അനുഗമിക്കുന്നെന്ന് സീതയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച രാമൻ വന്യമൃഗങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ, പ്രതികൂലമായ കാലാവസ്ഥ, ഭക്ഷണവും വെള്ളവും കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയുള്ള
അതിൻ്റെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നു. കാട്ടിൽ താമസിക്കുന്നവരെ കാത്തിരിക്കുന്ന നിരവധി ദുരിതങ്ങൾ ഉദ്ധരിച്ച് സ്വന്തം ക്ഷേമത്തിനായി താമസിക്കാൻ അദ്ദേഹം അവളെ ഉപദേശിക്കുന്നു. രാമന്റെ ഭാര്യയായ സീത വനത്തിൽ അവനോടൊപ്പം ചേരാൻ ആകാംക്ഷയിലാണ്. ഭർത്താവിനോടൊപ്പമായിരിക്കുന്നത് തനിക്ക് സംരക്ഷണവും സന്തോഷവും നൽകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. കാട്ടിൽ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടും രാമനോടൊപ്പം അവയെ സഹിക്കാൻ കഴിയുമെന്ന് സീത സ്വയം ബോധ്യപ്പെടുത്തുന്നു. തന്നെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ അവൾ രാമനോട് അപേക്ഷിക്കുന്നു. പക്ഷേ വനവാസത്തിലേക്ക് രാമനെ അനുഗമിക്കാൻ ദൃഢനിശ്ചയമുള്ള സീത തൻ്റെ വേർപിരിയലിൽ വിലപിക്കുകയും അവളെ കൂടാതെ പോകരുതെന്ന് അവനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കാൻ അവൾ വാഗ്ദാനം ചെയ്യുകയും കാട്ടിൽ അവന് ശക്തിയുടെ ഉറവിടമാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അവളുടെ ഭക്തിയിൽ ആകൃഷ്ടനായ രാമൻ അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പു നൽകുകയും വനത്തിൽ വനവാസത്തിലേക്ക് രാമനൊപ്പം പോകാൻ ലക്ഷ്മണൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ അമ്മമാരുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള ആശങ്ക ചൂണ്ടിക്കാട്ടി രാമൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭരതൻ അവരെ പരിപാലിക്കുമെന്ന് ലക്ഷ്മണൻ വാദിക്കുന്നു. അവർ വനത്തിലായിരിക്കുമ്പോൾ രാമന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒടുവിൽ രാമനെ ചേരാൻ അനുവദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ലക്ഷ്മണൻ രാമന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സുജജ്ഞ എന്ന ബ്രാഹ്മണനെ സന്ദർശിക്കുന്നു. രാമൻ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ ചൊരിയുകയും വിവിധ ബ്രാഹ്മണർക്കും ആശ്രിതർക്കും സമ്പത്ത് വിതരണം ചെയ്യാൻ ലക്ഷ്മണൻ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ ചൊരിയുകയും വിവിധ ബ്രാഹ്മണർക്കും ആശ്രിതർക്കും സീതയ്ക്കും ലക്ഷ്മണനുമൊപ്പം രാമൻ അയോധ്യയിൽ തൻ്റെ പിതാവ് ദശരഥനെ കാണാൻ പുറപ്പെടുന്നു. രാമൻ പുറപ്പെട്ടതിൽ നഗരത്തിലെ ജനങ്ങൾ ദുഃഖിതരാണ്. പക്ഷേ അദ്ദേഹം ശാന്തനാണ്. കൊട്ടാരത്തിൽ അസ്വസ്ഥനായ സുമന്ത്രയെ രാമൻ കണ്ടുമുട്ടുകയും തൻ്റെ വരവ് പിതാവിനെ അറിയിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കൈകേയിയുടെ ആഗ്രഹപ്രകാരം അവർ കാട്ടിലേക്ക് പോകുമെന്ന് രാമൻ തൻ്റെ സഹോദരൻ ലക്ഷ്മണനും സീതയ്ക്കുമൊപ്പം അവരുടെ പിതാവായ ദശരഥ രാജാവിനെ അറിയിക്കുന്നു. രാജാവിന് ദുഃഖവും സങ്കടവും അനുഭവപ്പെടുന്നു. എന്നാൽ 4 വർഷം കാട്ടിൽ ജീവിക്കാനുള്ള തൻ്റെ വാഗ്ദാനം നിറവേറ്റുമെന്ന് രാമൻ അവൻ ഉറപ്പു നൽകുന്നു. അതിനുശേഷം അവൻ മടങ്ങിവരും. ദശരഥ രാജാവിനെ ഉപേക്ഷിച്ച് രാമൻ പകരം അവളുടെ മകൻ ഭരതനെ രാജാവായി സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെ സുമന്ത്ര കൈകേയിയെ ശാസിക്കുന്നു. ഇത് വലിയ നാണക്കേടാണെന്നും ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അവൾ പരിഗണിക്കണമെന്നും അദ്ദേഹം അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സുമന്ത്രയുടെ പരുഷമായ വാക്കുകൾ ഉണ്ടായിരുന്നിട്ടും കൈകേയി അചഞ്ചലനായി തുടരുന്നു. രാമനെ നാടുകടത്താൻ തീരുമാനിക്കുമ്പോൾ രാമനെ അനുഗമിക്കാൻ ദശരഥ രാജാവ് തൻ്റെ സാരഥി സുമന്ത്രയോട് രാമൻ എണികവിടിക്കാൻ ദശരഥ രാജാവ് തൻ്റെ സാരഥി സുമന്ത്രയോട് രാമൻ വേണ്ടി ഒരു സൈന്യത്തെ തയ്യാറാക്കാൻ ഉത്തരവിടുന്നു. സമാനമായ പെരുമാറ്റത്തിന് സാഗരനുള്ള ജ്ഞാനപൂർവമായ ഉപദേശം വെളിപ്പെടുത്തുന്നത് എതിരായ ഉദ്ദേശം. കൈകേയിയുടെ അഭ്യർത്ഥന പ്രകാരം രാമൻ തൻ്റെ രാജകീയ വസ്ത്രം ഉപേക്ഷിക്കുകയും തപസ്വി വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഭാര്യ സീതയോടും സമാനമായ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുകയും അത് അവളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. കൈകേയിയെ ഉപദേശിക്കുന്ന ഗുരുവസിഷ്ഠൻ സീതയോടൊപ്പം കാട്ടിലേക്ക് പോകാൻ രാമനെ അനുവദിക്കണമെന്ന് ഉപദേശിക്കുന്നു. കാരണം അവൾ അദ്ദേഹത്തെ സീതാ സന്യാസിയുടെ വേഷം ധരിക്കുമ്പോൾ രാമന്റെ പിതാവ് ദശരഥ രാജാവ് പ്രകോപിതനാകുന്നു. ജീവിതത്തോടും സദ്ഗുണത്തോടും പ്രശസ്തിയോടുമുള്ള എല്ലാ ആദരവും അദ്ദേഹം ബഹിഷ്കരിക്കുകയും രാമനെ സുഖമായി വനത്തിലേക്ക് നാടുകടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും കൈകേയിയെ ശാസിക്കുകയും പകരം
കുറഞ്ഞ വിഭവങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ദുഃഖിതനായ ദശരഥ രാമനെ നാടുകടത്തുന്നത് തന്റെ മുൻകാല ലംഘനങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് രാമനെ നാടുകടത്താൻ അദ്ദേഹം സുമന്ത്രയോട് ഉത്തരവിടുകയും സീതയ്ക്ക് അവളുടെ യാത്രയ്ക്കായി ആഭരണങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതേസമയം കൗസല്യ സീതയെ രാമനോട് വിശ്വസ്തത പുലർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു. രാജാവിന്റെ ഭാര്യമാർ അവനിൽ നിന്ന് രാമനും സീതയും ലക്ഷ്മണനും 5 വർഷത്തെ വനവാസത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് രാമന്റെ അമ്മ കൗസല്യ ഉൾപ്പെടെ അയോധ്യയിലെ അവരുടെ കുടുംബാംഗങ്ങളോട് വിട പറയുന്നു. രാഘവന്റെ വിയോഗത്തിൽ ജനങ്ങൾ വിലപിക്കുമ്പോൾ നഗരം കുഴപ്പത്തിലാകുന്നു. ദശരഥ രാജാവ് പോലും ദുഃഖത്തിൽ അബോധാവസ്ഥയിലാകുന്നു. അയോധ്യയിലെ രാജ്ഞികൾ രാമൻ കാട്ടിലേക്ക് പോയതിൽ വിലപിക്കുകയും നഗരത്തെ ദുഃഖത്തോടെ അടിക്കുകയും ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ മറയ്ക്കപ്പെടുകയും സ്വാഭാവിക ക്രമം പോലും തടസ്സപ്പെടുകയും ചെയ്തുകൊണ്ട് ഭൂമി തന്നെ ബാധിക്കപ്പെട്ടതായി തോന്നുന്നു. രാമനെ ഓർമ്മിക്കാനും അവരുടെ ദുഃഖത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കാനും മാത്രം കൈകേയിയുടെ ആവശ്യപ്രകാരം തന്റെ മകൻ രാമൻ കാട്ടിലേക്ക് പോയതായി അറിഞ്ഞപ്പോൾ ദശരഥി രാജാവ് ദുഃഖിതനാകുന്നു. അദ്ദേഹം കൈകേയി ഉപേക്ഷിച്ച് തന്റെ പങ്കാളിത്തമില്ലാതെ തന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ഉത്തരവിടുന്നു. രാമൻ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നതായി സങ്കൽപ്പിക്കുകയും അയോധ്യയിൽ നിന്ന് പുറപ്പെടുന്നതിൽ വിലപിക്കുകയും ചെയ്യും. കൈകേയി ശക്തനോ ഭീഷണിപ്പെടുത്തുന്നതുമായി തീരുമെന്ന് ഭയന്ന് തന്റെ മകൻ രാമൻ വനത്തിലേക്കുള്ള നാടുകടത്തലിൽ കൗസല്യ വിലപിക്കുന്നു. സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവൻ മടങ്ങി വരുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. ഇത് അയോധ്യയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും സന്തോഷം നൽകുന്നു. പക്ഷേ അവരുടെ വേർപിരിയലിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. രാമൻ തന്റെ പ്രതിജ്ഞ നിറവേറ്റുമെന്നും രാജാവായി അയോധ്യയിലേക്ക് മടങ്ങുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് സുമിത്ര കൗസല്യയെ ആശ്വസിപ്പിക്കുന്നു. അവൾ രാമന്റെ സദ്ഗുണങ്ങളെ ഉറപ്പെന്നും രാജയനാണെന്നും രാജ്യത്തിന് സമൃദ്ധി കൊണ്ടുവരുമെന്നും പറയുന്നു. രാമന്റെ നന്മയിൽ വിശ്വസിക്കാൻ സുമിത്ര കൗസല്യയെ പ്രോത്സാഹിപ്പിക്കുന്നു. താമസിയാതെ അവൻ മടങ്ങിവരുമെന്ന്. നാടുകടത്തപ്പെട്ട ശേഷം സീതയ്ക്കും ലക്ഷ്മണനുമൊപ്പം കാട്ടിലേക്കുള്ള യാത്രയിലാണ് രാമൻ. പ്രായമായ ബ്രാഹ്മണർ ഉൾപ്പെടെ അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയും പോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അവരുടെ കണ്ണുനീർ കേട്ട് അസ്വസ്ഥനായ രാമൻ അവരിൽ നിന്ന് വേർപിരിയുന്നതിനെക്കുറിച്ചുള്ള ചിന്ത സഹിക്കാൻ കഴിയാതെ അവരുടെ ഇടയിൽ കാൽനടയായി നടക്കാൻ. രാമനും സീതയും തമസ നദിയുടെ തീരത്ത് പ്രവാസത്തിൽ അവരുടെ ആദ്യ രാത്രി ചെലവഴിച്ചു. പിറ്റേന്ന് രാവിലെ രാമൻ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ യഥാർത്ഥ വനത്തിലേക്ക് പോകുമ്പോൾ വടക്കോട്ട് പോകാൻ അദ്ദേഹം തന്റെ സാരഥി സുമന്ത്രയോട് നിർദ്ദേശിച്ചു. രാമൻ നാടുകടത്തപ്പെട്ടപ്പോൾ അയോധ്യയിലെ പൗരന്മാർ തകർന്നുപോയി. അവർ അവനെ അന്വേഷിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ദുഃഖത്താൽ അവർ വിലപിക്കുകയോ സ്വയം തീകൊളുത്തുകയോ നഗരം ഉപേക്ഷിക്കുകയോ ചെയ്തു. ഒടുവിൽ അവരുടെ ശൂന്യമായ തെരുവുകളും വീടുകളും കണ്ടപ്പോൾ ദുഃഖം കൊണ്ട് സൈതസ വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം രാമന്റെ നാടുകടത്തലിൽ അയോധ്യയിലെ സ്ത്രീകൾ തകർന്നു പോകുന്നു. രാമനില്ലാത്ത അവരുടെ സമ്പത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും പ്രയോജനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ വിലപിക്കുകയും കരയുകയും ചെയ്യുന്നു. രാമൻ സമൃദ്ധിയും സംരക്ഷണവും കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് കാട്ടിലേക്ക് രാമനെ അനുഗമിക്കാൻ അവർ ഭർത്താക്കന്മാരോട്
രാമൻ സമ്പന്നമായ ഒരു പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്നു. ഗ്രാമവാസികൾ തന്നെ നാടുകടത്താനുള്ള പിതാവിൻ്റെ തീരുമാനത്തെ വിമർശിക്കുന്നത് കേട്ടു. അവൻ നിരവധി നദികൾ കടന്ന് പുതിയ ദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. മാതാപിതാക്കളോടൊപ്പം വേട്ടയാടുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. സരയൂ വനത്തിലെ ഭാവി വേട്ടകളോടുള്ള ആഗ്രഹം രാമൻ പ്രകടിപ്പിക്കുന്നു. ഇത് രാജർഷികളുടെ വിനോദമെന്ന നിലയിൽ അതിൻ്റെ ചരിത്രത്തെ കൊക്കലയിൽ തൻ്റെ സഹോദരൻ ലക്ഷ്മണനെ കണ്ടുമുട്ടിയ ശേഷം രാമൻ അയോധ്യയിലേക്ക് പോകുന്നു. ശൃംഗവേരപുരയ്ക്കടുത്തുള്ള ഗംഗായതിയെത്തുന്നതിനു മുമ്പ് അവർ സമ്പന്നവും മനോഹരവുമാണെന്ന് ശയിക്കപ്പെടുന്ന നഗരത്തിലൂടെ കടന്നു പോകുന്നു. രാമൻ ഒരു ദിവസം വിശ്രമിക്കാൻ തീരുമാനിക്കുകയും ഗുഹ എന്ന രാജാവിനെ കണ്ടുമുട്ടുകയും അവർ അദ്ദേഹത്തിന് തൻ്റെ സഹോദരൻ രാമൻ സീതയോടൊപ്പം നിലത്ത് കിടക്കുമ്പോൾ അവരുടെ സുരക്ഷയെ ഭയന്ന് ലക്ഷ്മണൻ ഉറങ്ങാൻ തയ്യാറല്ല. തൻ്റെ പിതാവിൻ്റെ നാടുകടത്തിൽ താമസിയാതെ തൻ്റെ മരണത്തിലേക്കും രാജ്യത്തിൻ്റെ നാശത്തിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം വിലപിക്കുന്നു. ഗുഹ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പകൽ വെളിച്ചത്തിൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് രാമനും സഹോദരൻ ലക്ഷ്മണനും സീതയോടൊപ്പം സത്യ വനവാസം ആരംഭിക്കുന്നു. രാമന്റെ തേരോട്ടക്കാരനായ സുമന്ത്രയോട് അയോധ്യയിലേക്ക് മടങ്ങാനും അവർ വിദൂരദേശത്തല്ല വനത്തിലാണ് താൻ താമസിക്കുന്നതെന്ന് രാജാവിനെ അറിയിക്കാനും നിർദ്ദേശിക്കുന്നു. സ്വയം കണ്ടെത്തുന്നതിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ രാമൻ തൻ്റെ മുടി കട്ടിയുള്ള പൂട്ടുകളായി മുറിച്ച് ഒരു ചരുമം സ്വീകരിച്ചു. വനവാസത്തെക്കുറിച്ചും അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന അന്തര ഹലവൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്യുന്നു. കൈകേയിയുടെ സ്വാധീനം തൻ്റെ അമ്മ കൗസല്യ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. വാർദ്ധക്യത്തിൽ താൻ അവളെ ഉപേക്ഷിച്ചുവെന്ന് ആശങ്കപ്പെടുന്നു. വിശ്വസ്തയുടെയും ഭക്തിയുടെയും വാക്കുകളിലൂടെ ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിക്കുന്നു. താനുലപ്പനിയിരോരാൻ രാമനും കൂട്ടാളികളും പ്രയാഗയിലെത്തുന്നു. അവിടെ അവർ സന്യാസി ഭരദ്വാജനെ കണ്ടുമുട്ടുന്നു. രാമനെ കണ്ടുമുട്ടിയ ശേഷം ഭരദ്വാജ അവർക്ക് ആതിഥേയത്വം വാഗ്ദാനം ചെയ്യുകയും അവരുടെ പ്രവാസകാലത്ത് താമസിക്കാൻ അനുയോജ്യമായ ചിത്രകൂട പർവ്വതത്തെ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. രാമൻ ഈ ശുപാർശ സ്വീകരിക്കുകയും പ്രണയവും മനോഹരവുമായ ഒരു സ്ഥലത്ത് ജീവിക്കാനുള്ള പ്രതീക്ഷ മഹർഷി ഭരദ്വാജ നടത്തിയ പ്രായശ്ചിത്ത ചടങ്ങിനു ശേഷം രാമനും സീതയും ലക്ഷ്മണനും കാളിന്തി നദിയിൽ സഞ്ചരിക്കുന്നു. അവർ ഒരു റാഫ്റ്റ് നിർമ്മിച്ച് നദി മുറിച്ചു കടക്കുന്നു. സീത നക്രയ്ക്കായി കാളിന്തിയോട് പ്രാർത്ഥിക്കുന്നു. രാമനും ലക്ഷ്മണനും സീതയും ചിത്രകൂടയിൽ എത്തി അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നു. ഒരു വാസസ്ഥലം നിർമ്മിക്കാനും ആരാധനയ്ക്കായി ഭക്ഷണം ശേഖരിക്കാനും രാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നു. അവരുടെ പുതിയ വീട് ശുദ്ധീകരിക്കാനും ഗാർഹിക ദൈവങ്ങളെ പ്രീണിപ്പിക്കാനും അവർ യാഗം ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ നടത്തുന്നു. ഒടുവിൽ മൂവരും സോർദോ സകല വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ സീതയോടൊപ്പം പോയ രാമൻ പറഞ്ഞയച്ച് സുമന്ത്ര അയോധ്യയിലേക്ക് മടങ്ങുന്നു. അവിടെ എത്തിയപ്പോൾ നഗരം വിലാപത്തിലാണെന്ന് മനസ്സിലാക്കിയ സുമന്ത്ര രാമന്റെ വിടവാങ്ങൽ ജനങ്ങൾക്കും കൗസല്യർ യാജ്ഞിക്കും ഇടയിൽ വലിയ ദുഃഖം സൃഷ്ടിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. കാട്ടിലേക്ക് നാടുകടത്തപ്പെട്ടതിന് ശേഷം രാമന്റെ അവസ്ഥയെക്കുറിച്ച് ദശരഥ രാജാവ് തന്റെ സാരഥി സുമന്ത്രയോട് ചോദിക്കുന്നു. രാമനും ലക്ഷ്മണനും സീതയും അവരുടെ ദുഷ്കരമായ സാഹചര്യങ്ങൾക്കിടയിലും അവരുടെ കടമകളും മൂല്യങ്ങളും പാലിച്ച് കഷ്ടപ്പാടുകളിൽ ജീവിക്കുന്നതെങ്ങനെയെന്ന് സുമന്ത്ര വിവരിക്കുന്നു. തന്റെ മകൻ രാമൻ നാടുകടത്തപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ അയോധ്യയിലെ രാജാവ് ദുഃഖിതനാകുന്നു. രാജ്യം ദുഃഖാവസ്ഥയിലാണ്. മരങ്ങൾ വടിപോകുന്നു, നദികൾ വറ്റുന്നു, മൃഗങ്ങൾ മന്ദഗതിയിലാകുന്നു.
രാമത്തെ നഷ്ടപ്പെട്ടതിൽ വിലപിക്കുകയും അവനില്ലാതെ ജീവിക്കാനുള്ള ചിന്ത സഹിക്കാൻ കഴിയാതെ വരികയും ചെയ്ത രാജാവ് അസ്വസ്ഥനാകുന്നു. ഒടുവിൽ അദ്ദേഹം ദുഃഖത്തിൽ വീണു ഭാര്യ കൗസല്യയെ ദുഃഖിതനായ കൗകല്യ വനത്തിലെ രാമന്റെ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകാൻ തേരോട്ടക്കാരനോട് അപേക്ഷിക്കുന്നു. സീതയും ലക്ഷ്മണനും രാമനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നും വൈദേഹിയും വീട്ടിൽ നിന്ന് അകേക്കിൽ വിളിക്കാതെ അബെ പൊരുത്തപ്പെടുന്നുവെന്നും തേരോട്ടക്കാരൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. ഈ വാക്കുകളാൽ ബോധ്യപ്പെട്ട കൗകല്യ തൽക്ഷണം അവളുടെ കരച്ചിൽ രാമനെ നാടു കടത്തിയതിൻ്റെ അനന്തരഫലങ്ങൾ, അവരുടെ മകന്റെ കഷ്ടപ്പാടുകളും രാജ്യത്തിൻ്റെ പതനവും ഉൾപ്പെടെ കൗകല്യ തൻ്റെ ഭർത്താവ് ദശരഥനോട് വിലപിക്കുന്നു. തൻ്റെ ശക്തമായ സ്വഭാവവും ധാർമ്മിക തത്വങ്ങൾ പാലിക്കുന്നതും ചൂണ്ടിക്കാട്ടി മറ്റൊരാൾ ഇതിനകം ആസ്വദിച്ച ഒരു രാജ്യം സ്വീകരിക്കാൻ രാമന്റെ നീതി അദ്ദേഹത്തെ അനുവദിക്കില്ലെന്ന്. രാമനെ നാടിക്കടത്തലിൽ ദുഃഖിക്കുന്ന രാജാവ് അസ്വസ്ഥനാകുകയും ഭാര്യ കൗകല്യയെ അഭിസംബോധന ചെയ്യുകയും അവളുടെ ദുരിതത്തിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അവളോട് തെറ്റ് ചെയ്താലും ഒരു സ്ത്രീയുടെ കടമ അവളുടെ ഭർത്താവിനോട് അർപ്പിതമാണെന്ന് അവൾ വിശദീകരിക്കുന്നു. കൗകല്യയുടെ വാക്കുകളാൽ രാജാവിൻ്റെ ദുഃഖം താൽക്കാലികമായി. മാതാപിതാക്കൾക്ക് വെള്ളം കൊണ്ടുവരാൻ വന്ന ഒരു ഫോറസ്റ്ററെ താൻ അബദ്ധത്തിൽ കൊന്നതായി ഓർക്കുമ്പോൾ ദശരഥ രാജാവ് ദുഃഖിതനാകുന്നു. രാജാവ് അമ്പ് പുറത്തെടുക്കുന്നു. പക്ഷേ സന്യാസി താമസിയാതെ മരിക്കുന്നു. ദശരഥ രാജാവ് തകർന്നു വീഴുകയും തൻ്റെ ചിന്താശൂന്യമായ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കി മരണത്തെക്കുറിച്ച് ചെയ്യുന്നു. തൻ്റെ മകൻ രാമന്റെ നാടുകടത്തലിൽ ദുഃഖിതനായ ദശരഥ രാജാവിന് ഒരു സന്യാസിയെ അബദ്ധത്തിൽ കൊല്ലുകയും അതിൻ്റെ അനന്തരഫലം അഭിമുഖീകരിക്കുകയും ചെയ്തതായി ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയുണ്ട്. രാജസഭ രാവിലെ വരെ സംഗീതവും നൃത്തവും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞു. ചക്രവർത്തിയുടെ കാത്തിരുന്ന സ്ത്രീകൾ അദ്ദേഹം മരിച്ചുവെന്ന് കണ്ടെത്തിയപ്പോൾ ദുഃഖത്താൽ അവർ അനിയന്ത്രിതമായി കരഞ്ഞു. മറ്റ് ഭാര്യമാരും പരിചാരികരും ചേർന്ന് കൊട്ടാരത്തെ ദുഃഖവും വിലാപവും കൊണ്ട് നിറച്ചു രാജ്യത്തെ ദുരിതത്തിലാക്കി. കൈകേയിയുടെ ക്രൂര ദശരഥ രാജാവിൻ്റെ സ്വർഗാരോഹണത്തിലേക്കും രാമന്റെ നാടുകടത്തലിലേക്കും നയിച്ചു. രാഘവ രാജവംശത്തെ കൈകേയി നശിപ്പിച്ചുവെന്ന് അയോധ്യ നാടുകടത്തലിലേക്കും നയിച്ചു. രാഘവരുടെ നഷ്ടത്തെക്കുറിച്ച് വിലപിക്കുകയോ രാജാവിൻ്റെ മരണത്തിൽ കൈകേയിയുടെ പങ്കിനെ അപലപിക്കുകയും ചെയ്യുന്നതിനാൽ അയോധ്യ നഗരം ദുഃഖം കൊണ്ട് നിറയുന്നു. അയോധ്യയിലെ കൗൺസിലർമാർ രാജപുരോഹിതനായ വസിഷ്ഠനുമായി രാജ്യത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒത്തുകൂടുന്നു. ഒരു രാജാവില്ലാതെ സാമൂഹിക ക്രമം തകരുകയും അരാജകത്വം ഉടലെടുക്കുകയും ചെയ്യുന്നുവെന്ന് അവർ വാദിക്കുന്നു. രാജ്യത്തിന് സ്ഥിരതയും ധാർമ്മികതയും പുനഃസ്ഥാപിക്കാൻ ഇക്ഷ്വാകുവിൻ്റെ പിൻഗാമികളിൽ നിന്ന് ഒരു പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ ഭരതനെയും സഹോദരൻ ശത്രുഘ്നനെയും അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വസിഷ്ഠൻ ദൂതന്മാരെ അയക്കുന്നു. സിദ്ധാർത്ഥൻ, വിജയൻ, ജയന്തൻ, അക്കോഗാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദൂതന്മാർ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് നദികളും പർവ്വതങ്ങളും കടന്നു ഗിരിവ്രാജയിലെത്തുകയും അവിടെ ഭരതനെ സിംഹാസനം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. ഭരതൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സ്വപ്നമുണ്ട്. അതിൽ തൻ്റെ പിതാവ് രാമൻ വിവിധ രീതികളിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നതിനെ അതിൽ തൻ്റെ പിതാവിനു കാണുന്നു. അവൻ ദുഃഖിതനാണ്. തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരാൻ വിസമ്മതിക്കുന്നു. അവരിൽ ഒരാൾ താമസിയാതെ തൻ്റെ മരണത്തെ അഭിമുഖീകരിക്കുമെന്ന് ഭയപ്പെടുന്നു. അയാളുടെ തൊണ്ട വരണ്ടതാണ്. കൈകേയിയുടെ മകനായ
ഭരതൻ ഒരു നിർണായക കാര്യം കാരണം അയോധ്യയിലേക്ക് പോകാൻ ദൂതന്മാരെ അയോധ്യയിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാൻ ദൂതന്മാർ അഭ്യർത്ഥിക്കുന്നു. അവർ അദ്ദേഹത്തിന് സമ്പത്തും കുതിരകളും കൊട്ടാരത്തിന് സമ്പത്തും കുതിരകളും കൊട്ടാരക്കാരും നൽകുന്നു. ഒരു സ്വപ്നം മൂലമുണ്ടാകുന്ന തിടുക്കത്തിനും ഉത്കണ്ഠയ്ക്കും ദൂതന്മാരെ രാമന്റെ മകനായ ഭരതൻ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്നു. നഗരത്തിന്റെ ശൂന്യതയും നിർഭാഗ്യത്തിന്റെ ശകുനങ്ങളും അദ്ദേഹത്തെ ഞെട്ടിക്കുന്നു. നഗരം ശൂന്യമാണ്, വീടുകൾ ശൂന്യമാണ്, പൗരന്മാർ ഉപവസിക്കുന്നു, ക്ഷേത്രങ്ങൾ അവഗണിക്കപ്പെടുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി പിതാവിന്റെ കൊട്ടാരത്തിലെ ദുഃഖം കൊണ്ട് നിറയുന്നു. തന്റെ പിതാവായ ദശരഥ രാജാവ് മരിച്ചുവെന്ന് അറിയാൻ ഭരതൻ വീട്ടിലേക്ക് മടങ്ങുന്നു. രാജാവിനെ താൻ നാടുകടത്തിയെന്നും ഭരതന് സഹോദരനായ രാമനെ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം നാടുകടത്തിയെന്നും അവന്റെ അമ്മ കൈകേയി വിശദീകരിക്കുന്നു. ഭരതൻ ദുഃഖിതനാണ്. എന്തുകൊണ്ടാണ്? പിതാവിന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് വാക്കുകളുടെ ഒരു സംക്ഷിപ്ത സംഗ്രഹം ഇതാ തന്റെ പിതാവിന്റെ മരണത്തിലും സഹോദരൻ രാമന്റെ നാടുകടത്തിലും ദുഃഖിതനായ ഭരതൻ തന്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളിലൂടെ കുടുംബത്തെ നശിപ്പിച്ചുവെന്ന് ആരോപിച്ച് കൈകേയിയെ ശാസിക്കുന്നു. കൈകേയിയുടെ ആഗ്രഹം നിറവേറ്റുകയും സ്വയം രാജാവാകുകയും ചെയ്യുന്നതിന് അമ്മയുടെ വിയോജിപ്പ് രാമന്റെ നാടുകടത്തലിൽ അമ്മ കൈകേയിയുടെ പങ്കിനും സ്വന്തം വിധിക്കും ഭരതൻ അവളെ കുറ്റപ്പെടുത്തുന്നു. അവൾ നരഹത്യ നടത്തുകയും അവരുടെ കുടുംബത്തിന് നാണക്കേട് വരുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. കൈകേയിയെ തീയിൽ കയറുന്നതിലൂടെയോ കാട്ടിലേക്ക് മുങ്ങുന്നതിലൂടെയോ കട്ടപ്പാടുകൾ അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക് നയിക്കുന്നതിനായി ഭരതൻ തന്റെ പിതാവിനോട് രാമന്റെ നാടുകടത്തലിൽ തകർന്നുപോയ തന്റെ അമ്മയായ കൗകല്യയെ ഭരതൻ സന്ദർശിക്കുന്നു. കൗകല്യന്റെ ആരോപണങ്ങളിൽ നിന്ന് ഭരതൻ സ്വയം പ്രതിരോധിക്കുകയും രാമന്റെ നാടുകടത്തലിന് അംഗീകാരം നൽകിയവരെ ശപിക്കുകയും ചെയ്യുന്നു. അവർക്ക് താൻ ആഗ്രഹിക്കുന്ന നിരവധി ശിക്ഷകൾ പട്ടികപ്പെടുത്തുന്നു. ഭരതൻ തന്റെ പിതാവിന്റെ മരണത്തിൽ ദുഃഖത്തോടെ വിലപിക്കുന്നു. വസിഷ്ഠ മുനി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ഉപദേശിക്കുന്നു. ഭരതൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ആചാരങ്ങൾ വളരെ ഗംഭീരമായി നടത്തുകയും ചെയ്യുന്നു. രാജാവിന്റെ ശരീരം സംസ്കരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭാര്യമാരും പരിചാരകരും പുരാതന പാരമ്പര്യങ്ങൾക്കനുസൃതമായി 10 ദിവസ ശവസംസ്കാരത്തിനു ശേഷം ഭരതൻ തന്റെ പിതാവിന്റെ നിര്യാണത്തിൽ വിലപിക്കുകയും മാർഗനിർദ്ദേശത്തിനായി യാചിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെ അസ്ഥികൾ ശേഖരിച്ച് ആചാരങ്ങൾ പൂർത്തിയാക്കാൻ വസിഷ്ഠൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. ശത്രുഘ്നനും തകർന്നു വീഴുന്നു. പക്ഷേ ജനനത്തിന്റെയും മരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള സുമന്ത്രന്റെ വാക്കുകളാൽ ശാന്തനാകുന്നു. 40 വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ. രാമന്റെ നാടുകടത്തലിൽ ദുഃഖിതനായ ഭരതൻ തന്റെ സഹോദരൻ ശത്രുഘ്നനോട് സംസാരിക്കും. അവൻ കൈകേയി പ്രത്യക്ഷപ്പെടുമ്പോൾ ഈർഷ്യാകുലനാകുന്നു. ശത്രുഘ്ന അവളെ ആക്രമിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ പിതാവിന്റെ മരണശേഷം ഭരതൻ സിംഹാസനം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. എന്നാൽ തന്റെ മൂത്ത സഹോദരൻ രാമൻ യാബന്ധരീച്ചുകൊണ്ട് അദ്ദേഹം നിരസിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് രാമനെ തിരികെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഭരിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു. കൗൺസിലർമാരിൽ നിന്നും സഭാംഗങ്ങളിൽ നിന്നും 40 വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം
ഇതാ ഭരതൻ നേതൃത്വത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെ ഒരു വലിയ സംഘം സൈന്യത്തിനായി ഒരു റോഡ് തയ്യാറാക്കുന്നു. അവർ സസ്യങ്ങൾ വൃത്തിയാക്കുകയും പാലങ്ങൾ നിർമ്മിക്കുകയും കിണറുകൾ കുഴിക്കുകയും നടപ്പാതകൾ, മരങ്ങൾ, പൂക്കൾ എന്നിവ നിറഞ്ഞ ഒരു മനോഹരമായ പാത സൃഷ്ടിക്കുകയും ഒടുവിൽ ഒരു രാമന്റെ നാട് കടത്തലിന് ശേഷം ഭരതൻ തന്റെ വിധിയെക്കുറിച്ച് വിലപിക്കുന്നു. എന്നാൽ വസിഷ്ഠൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹം പ്രഭുക്കന്മാരുടെയും ഉപദേഷ്ടാക്കളുടെയും ഒരു കൂട്ടത്തെ സുവർണ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. ഭരതൻ എത്തുമ്പോൾ പ്രജകൾ സന്തോഷിക്കുന്നു. കൂടാതെ രാജസഭ അതിൻ്റെ മുൻകാല മഹത്വത്തെ രാമന്റെ സാന്നിധ്യവുമായി സാമ്യപ്പെടുത്തുന്നു. ദുഃഖിതനായ ഭരതൻ താൻ രാമനെ പിന്തുടർന്ന് നാട് കടത്തപ്പെടുമെന്ന് പ്രഖ്യാപിക്കും. സൈന്യത്തെ ശേഖരിക്കാനും വനത്തിലേക്ക് സൈന്യത്തെ കൊണ്ടുവരാനുമായി അദ്ദേഹം തൻ്റെ വിശ്വസ്ത സേവകനായ സുമന്ത്രോട് ഉത്തരവിടുന്നു. രാമനോടൊപ്പം ചേരാനുള്ള ഭരതന്റെ തീരുമാനത്തിൽ രാജസഭാംഗങ്ങളും ജനറൽമാരും ഉൾപ്പെടെ മുഴുവൻ സഭയും ആയിരക്കണക്കിന് കാറുകൾ, ആനകൾ, കുതിരകൾ, വിവിധ പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടുന്ന രാമനെ കണ്ടെത്തുന്നതിനായി ഭരതൻ ഒരു വലിയ ഘോഷയാത്ര നയിക്കുന്നു. അവർ ശൃംഗവേരർ പുരയ്ക്കടുത്തുള്ള ഗംഗാ നദി എത്തുന്നു. അവിടെ അവർ രാത്രിയിൽ നിർത്തുന്നു. നദി മുറിച്ചുകടക്കാൻ പദ്ധതിയിടുകയും നാളെ മരിച്ചുപോയ തന്റെ പിതാവിന്റെ ആത്മാവിനെ അതിന്റെ വെള്ളം സഭാംഗങ്ങൾ നിഷാദ രാജാവായ ഗുഹ ഒരു വലിയ സൈന്യവുമായി ഭാരതന്റെ വരവ് പ്രതീക്ഷിച്ച് ഗംഗാനദിയുടെ തീരത്ത് നിന്ന് അവരെ പ്രതിരോധിക്കാൻ തന്റെ സൈന്യത്തെ ഒരുക്കുന്നു. ഭരതന്റെ കടന്നുപോകലിനെ എതിർക്കാൻ തന്റെ അനുചരന്മാർക്കും യുവാക്കൾക്കും അദ്ദേഹം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അതേസൈന്യം ഗുഹ ഭരതനെ സമീപിക്കുകയും രാമൻ എവിടെയാണെന്നതിനെക്കുറിച്ച് ചാൽബോഷി വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാതാൻ രാമൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ലെന്നു നാടുകടത്തലിൽ നിന്ന് അവനെ തിരികൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഭരതൻ ഗുഹയോട് പറയുന്നു. ഗുഹ ഭരതന്റെ നിസ്വാർത്ഥതയെ പ്രശംസിക്കുന്നു. പക്ഷേ അവരുടെ സംഭാഷണം രാത്രിയോടെ തുടർന്ന് ഭരതൻ നിരാശയുടെ അവസ്ഥയിലേക്ക് വീഴുന്നു. തന്റെ വനവാസത്തിൽ തന്റെ സഹോദരന്റെ വിധിയെക്കുറിച്ച് ആശങ്കാകുലനായ ലക്ഷ്മണൻ രാമനോടുള്ള ഭക്തിയെക്കുറിച്ച് ഗുഹ വിവരിക്കുന്നു. ലക്ഷ്മണൻ അവരുടെ പിതാവിന്റെ ജീവനെയും അയോധ്യയുടെ ഭാവിയെയും കുറിച്ച് ഭയപ്പെടുന്നു. പക്ഷെ രാമനെയും സീതയെയും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദുഃഖിതനായ ഭരതൻ തന്റെ സഹോദരൻ രാമൻ എവിടെയാണെന്ന് ഗുഹയോട് ചോദിക്കുന്നു. രാമന്റെയും സീതയുടെയും ആവശ്യങ്ങൾ താൻ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് അവർ ക്ഷത്രിയ ധാർമ്മികത പാലിച്ചുവെന്നും ഗുഹ വിശദീകരിക്കുന്നു. ലക്ഷ്മണൻ രാത്രിയിൽ ഇന്ദ്രനെ പോലെ അവരെ കാത്തു സൂക്ഷിച്ചു. രാമനോ സീതയോ നിലത്തു ഇറങ്ങിയ സ്ഥലം ഭരതൻ സന്ദർശിക്കുന്നു. ആഡംബരപ്രിയനായ രാജാവായ തന്നെ സന്ദർശിക്കുന്നു. ആഡംബരപ്രിയനായ രാജാവായ തന്റെ സഹോദരൻ ഭൂമിയിൽ കുടുംബത്തിന് ബഹുമാനം പുനഃസ്ഥാപിക്കാനും ഭരതൻ രാമന്റെ മാതൃക പിന്തുടരുകയും പടങ്ങളും വേരുകളും ഗംഗയുടെ തീരത്തുള്ള ഒരു രാത്രിക്ക് ശേഷം നൂറുകണക്കിന് ബോട്ടുകളും റാഫ്റ്റുകളും ഉപയോഗിച്ച് നദിക്ക് കുറുകെ സൈന്യത്തെ നയിക്കുന്ന ഗുഹയെ ഉണർത്താൻ രാമൻ ശത്രുഘ്നനോട് അഭ്യർത്ഥിക്കുന്നു. സൈന്യം സുരക്ഷിതമായി പ്രയാഗവനത്തിലെത്തുന്നു. അവിടെ ഭരതൻ സന്യാസിയായ ഭരദ്വാജനെ സന്ദർശിക്കാൻ കുറച്ച് സൈനികരെ കൊണ്ടുപോകുന്നു. ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് രാമൻ വസിഷ്ഠനോടൊപ്പം ഭരദ്വാജന്റെ ആശ്രമം സന്ദർശിക്കുന്നു. ഭരദ്വാജൻ രാമൻ
തിരുത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ ക്ഷേമത്തെ കുറിച്ചും ഇന്നലെ മഹത് തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. അന്യായത്തിനെതിരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തെ കൈകേയിയുടെ മകനായ ഭരതൻ സന്യാസിയായ ഭരദ്വാജനെ സന്ദർശിക്കുകയും ആതിഥ്യമരുളുകയും ചെയ്യുന്നു. ഭക്ഷണം, പാനീയം, വിനോദം എന്നിവയുൾപ്പെടെ അതിരുകടന്ന വിരുന്ന് നൽകാൻ സന്യാസി ദൈവങ്ങളെ ക്ഷണിക്കുന്നു. ഈ രംഗം ഒരു സ്വർഗീയ ദർശനമായി മാറുന്നു. ധാരാളം വൈൻഡുകൾ, വീഞ്ച്, ഇന്ദ്രിയ സുഖങ്ങൾ എന്നിവയുള്ളതിനാൽ സൈനികർ മദ്യപിക്കുക. ആശ്രമത്തിൽ ഒരു രാത്രി താമസിച്ചതിനു ശേഷം ഭരതൻ സന്യാസിയായ ഭരദ്വാജനെ കണ്ടുമുട്ടുന്നു. ചിത്രകൂട പർവ്വതത്തിലെ രാമന്റെ സ്ഥാനത്തേക്ക് ഭരതൻ നിർദ്ദേശങ്ങൾ ചോദിക്കുകയും ഭരദ്വാജനെ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു. കൗകല്യ, സുമിത്ര, കൈകേയി എന്നിവരുൾപ്പെടെയുള്ള രാജ്ഞിമാരായ അമ്മമാർ ഭരതൻ തന്റെ വലിയ സൈന്യത്തോടും ഉപദേഷ്ടാക്കളോടും ഒപ്പം ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ചിത്രകൂട പർവ്വതത്തിൽ എത്തുന്നു. അവൻ കാടിന്റെ സൗന്ദര്യം നിരീക്ഷിക്കുകയും അതിനെ അയോധ്യയുമായി താരതമ്യം ചെയ്യുകയും രാമന്റെയും ലക്ഷ്മണന്റെയും സാന്നിധ്യം സംശയിച്ച് ഭരതൻ അന്വേഷിക്കാൻ പട്ടാളക്കാരെ അയക്കുന്നു. അവർ പുക കണ്ടെത്തി. അമർത്യനായ ഒരു രാജാവിനോട് സാമ്യമുള്ള രാമൻ തന്റെ ഭാര്യയായ സീതയെ ചിത്രകൂട പർവ്വതത്തിന്റെ സൗന്ദര്യം കാണിക്കുന്നു. അതിൻ്റെ വൈവിധ്യമാർന്ന നിറങ്ങൾ, സമൃദ്ധമായ പൂക്കൾ, പഴങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ അദ്ദേഹം വിവരിക്കുന്നു. ദുഃഖത്തിൽ നിന്ന് മുക്തനായി സീതയോടും ലക്ഷ്മണനോടും ഒപ്പം അവിടെ രാമൻ സീതയെ പൂക്കളും വന്യജീവികളും നിറഞ്ഞ മനോഹരമായ മന്ദാകിനി നദി കാണിക്കുന്നു. നദിയെ സരയൂപമായി താരതമ്യം ചെയ്തയോടൊപ്പമായിരിക്കുന്നത് നദിയെ സരയുവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവൻ അവളെ കടന്നതിനു പകരം അവളോടൊപ്പം ചിത്രകൂടയിൽ താമസിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. രാമനും സീതയും ഒരു നദിക്ക് സമീപം വിശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ ഭരതന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ സമീപിക്കുന്നതായി കണ്ടെത്തുന്നു. ലക്ഷ്മണൻ ഭീഷണിയെക്കുറിച്ച് രാമനെ അറിയിക്കുന്നു. എന്നാൽ നടപടിയെടുക്കുന്നതിന് മുമ്പ് കൂടുതൽ അന്വേഷിക്കാൻ രാമൻ അവനോട് ഉത്തരവിടുന്നു. ഭരതൻ അവരെ കൊല്ലാൻ വരുന്നു എന്ന വാർത്തേറ്റുകൾക്ക് മുൻകാലത്തെ രാമൻ ലക്ഷ്മണന്റെ കോപത്തെ ശാന്തമാക്കുകയും യുദ്ധത്തിനുള്ള ആഗ്രഹം മാറ്റിവെക്കാൻ പറയുകയും ചെയ്യുന്നു. കാരണം ഭരതൻ ഒരു ഇച്ഛാശക്തിയുമില്ലാതെ വനതൻ ക്ഷമയും വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു മാർഗവും തേടുകയാണെന്ന് രാമൻ വിശ്വസിക്കുന്നു. എന്നാൽ ഭരതൻ യഥാർത്ഥത്തിൽ വേഷം മാറി അവരുടെ പിതാവ് ദശരഥനാണെന്ന് കരുതി ലക്ഷ്മണൻ തന്റെ സഹോദരന്മാരായ രാമനെയും ലക്ഷ്മണനെയും കണ്ടെത്താൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഭരതൻ നിഷാദന്മാരോടൊപ്പം വനത്തിൽ തിരച്ചിൽ നടത്താൻ സൈന്യത്തെ അയച്ചു. തുടർന്ന് അവരെ കണ്ടെത്തുന്നതുവരെ എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കാൻ ഒരു വലിയ കൂട്ടം ആളുകളുമായും ഉപദേശകരുമായും അദ്ദേഹം വ്യക്തിപരമായി കാൽനടയായി പുറപ്പെട്ടു. തന്റെ പിതാവിന്റെ രാജാവായി പ്രതിഷ്ഠിക്കുന്നതിന് ദശരഥന്റെ മകനായ ഭരതൻ ശത്രുഘ്നനും സുമന്ത്രനുമൊപ്പം ചിത്രകൂടയിലെ രാമന്റെ വാസസ്ഥലത്തെത്തുന്നു. യഥാർത്ഥ രാജാവായ രാമൻ തന്റെ രാജ്യത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ട് വനത്തിൽ സന്യാസ ജീവിതം നയിക്കുന്നത് കണ്ട് അവൻ അതിയായി സന്തോഷിക്കുന്നു. ആശ്വാസവും ആഡംബരവും അർഹിക്കുന്ന തന്റെ സഹോദരൻ സംഭവിച്ച നിർഭാഗ്യത്തെക്കുറിച്ച് വിലപിക്കുന്ന രാമൻ അവനെയും ശത്രുഘ്നെയും ആലിനെയും രാമൻ തന്റെ പിതാവിന്റെ രാജ്യത്തെയും ഭരണത്തെയും കുറിച്ച് ഭരതനെ ചോദ്യം ചെയ്യുകയും
പ്രജകൾ, ബ്രാഹ്മണർ, യോദ്ധാക്കൾ എന്നിവരുമായുള്ള പെരുമാറ്റം ഉൾപ്പെടെ അയോധ്യയുടെ ഭരണത്തെക്കുറിച്ച് വിവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഭരതന്റെ ഉപദേഷ്ടാക്കൾ, സേവകർ, രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും രാമൻ അന്വേഷിക്കുകയും ആത്യന്തികമായി പിതാവേറ്റതാൻ കൈകേയിയുടെ മകനായ ഭരതൻ രാമനോട് വനവാസത്തെക്കുറിച്ച് ചോദിക്കുകയും രാജാവായി അയോധ്യയിലേക്ക് മടങ്ങണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പിതാവിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്നും ദണ്ഡകയിൽ ചാകർഷത്തെ പ്രവാസം പൂർത്തിയാക്കണമെന്നു രാമൻ വിശദീകരിക്കുന്നു. രാജ്യം സ്വീകരിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഭരതൻ രാമന്റെ കാൽക്കൽ വീഴുന്നു. പക്ഷേ രാമൻ വിസമ്മതി. രാമനേക്കാൾ ചെറുപ്പമായതിനാൽ ധാർമ്മിക തനിക്ക് ബാധകമല്ലെന്ന് ഭരതൻ രാമനോട് പറയുന്നു. അവരുടെ പൂർവികരുടെ പാരമ്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങാനും സിംഹാസനം ഏറ്റെടുക്കാനും അദ്ദേഹം രാമനോട് അഭ്യർത്ഥിക്കുന്നു. ഭരതൻ മുമ്പ് ശത്രുഘ്നനോടൊപ്പം അവരുടെ പിതാവിന്റെ ആത്മാവിന് വെള്ളം നൽകിയിരുന്നു. പക്ഷേ രാമൻ ഇപ്പോഴും ആദരവ് വാക്കുകളുടെ ഒരു സംക്ഷിപ്ത സംഗ്രഹം. ഇതാ തന്റെ പിതാവിന്റെ മരണവാർത്ത കേട്ട് രാമൻ കുഴഞ്ഞു വീഴുന്നു. അവൻ ബോധം വീണ്ടെടുക്കുകയും തന്റെ സഹോദരന്മാരുടെ സഹായത്തോടെ മന്ദാകിനി നദിയുടെ തീരത്ത് ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവസ്ഥലത്തേക്ക് തിടുത്തിക്കുകയും രാമൻ ആദരാഞ്ജലി അർപ്പിക്കാനും പിതാവിന്റെ വിര്യാണത്തിൽ ദശരഥന്റെ ഭാര്യമാരോടൊപ്പം വസിഷ്ഠൻ രാമന്റെ ആശ്രമത്തെ സമീപിച്ചു. രാമന്റെ പിണ്ടം സമർപ്പിക്കുന്നത് കണ്ട് കൗകല്യൻ വികാരഭരിതനായി സങ്കടത്തോടെ നിലവിളിച്ചു. സുമിത്ര ഉൾപ്പെടെയുള്ള രാമന്റെ അമ്മമാർ തങ്ങളുടെ മകനെ കണ്ട് ബോധരഹിതരായി. പക്ഷേ അവന്റെ സ്പർശനത്താൽ ആശ്വസിക്കപ്പെട്ടു. തുടർന്ന് ഭരതൻ എത്തി രാമനെ വണങ്ങി വസിഷ്ഠന്റെ അരികിൽ ഇരുന്ന ഒരു രാജ്യം സ്വീകരിക്കാനും വിവേകത്തോടെ ഭരിക്കാനും ഭരതനെ പ്രേരിപ്പിക്കുന്നു. അതിനെ ഒരു കുള്ളൻ ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തിയേറിയ മരവുമായി താരതമ്യം ചെയ്യുന്നു. ജീവിതം ഹ്രസ്വവും പ്രവചനാതീതവുമാണെന്നും മരണം അനിവാര്യമാണെന്നു വിശദീകരിച്ചുകൊണ്ട് രാമൻ ഭരതന്റെ വാക്കുകൾ നിരസിക്കുന്നു. ക്ഷീണിച്ച ശരീരത്തിൽ നിന്ന് അവരുടെ പിതാവ് മോചിതനായതിൽ ഒരു നേതാവെന്ന നിലയിൽ സ്വന്തം സദ്ഗുണങ്ങളും കഴിവുകളും ചൂണ്ടിക്കാട്ടി കാട്ടിലേക്ക് പോകരുതെന്ന് രാമനെ പ്രേരിപ്പിക്കാൻ ഭരതൻ ശ്രമിക്കുന്നു. താൻ ശരിയായ ഭരണാധികാരിയാണെന്നും രാജ്യം ഭരിക്കണമെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാമന്റെ കർത്തവ്യബോധത്തോടും ധാർമ്മികതയോടും അഭ്യർത്ഥിക്കുന്നു. ഭരതന്റെ ഹൃദയംഗമമായ അഭ്യർത്ഥനകൾ ഉണ്ടാവാൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. തന്റെ യഥാർത്ഥ സിംഹാസനം അവകാശപ്പെടാനും തന്റെ പിതാവായ രാമനെ നാടുകടത്താനുള്ള വാഗ്ദാനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ശത്രുഘ്നൻ ഭരതനെ ഉദ്ബോധിപ്പിക്കുന്നു. തന്റെ വിവാഹത്തിന്റെ സ്ത്രീധനത്തിന്റെ ഭാഗമായി തന്റെ അമ്മ തനിക്കും തന്റെ സഹോദരന്റെ നാടുകടത്തലിനുമായി ഈ വരം അഭ്യർത്ഥിച്ചിരുന്നെന്ന് അദ്ദേഹം ഭരതനെ ഓർമ്മിപ്പിക്കുന്നു. ശത്രുഘ്നൻ തന്റെ പിന്തുണയോടെ ഭരതനെ ചാലബോസി വാക്കുകളുടെ ഒരു സംക്ഷിപ്ത സംഗ്രഹം. ഇതാ ബ്രാഹ്മണനായ ജവാലി തന്റെ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് അയോധ്യ സിംഹാസനം അവകാശപ്പെടാൻ രാമനെ ഉപദേശിക്കുന്നു. ബന്ധങ്ങൾ താൽക്കാലികവും ആളുകൾ ആത്യന്തികമായി ഒറ്റയ്ക്ക് മരിക്കുന്നതുമായതിനാൽ കുടുംബത്തോടും സ്വത്തിനോടുമുള്ള അടുപ്പം മിഥ്യാധാരണയാണെന്ന് അദ്ദേഹം തന്റെ നാടുകടത്തൽ പ്രതിജ്ഞ ഉപേക്ഷിക്കാനുള്ള ജാവലിയുടെ നിർദ്ദേശം രാമൻ നിരസിക്കുകയും തത്വവും നീതിയും ഉയർത്തിപ്പിടിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. തന്റെ സ്വഭാവം നിർവചിക്കപ്പെടുന്നത് തിരുവെഴുത്തു തത്വങ്ങൾ പാലിക്കുന്നതിലൂടെയാണ്, അല്ലാതെ ബാഹ്യപ്രവർത്തനങ്ങളിലൂടെയോ രൂപങ്ങളിലെയോ. ജാവാലിയുടെ മുന്നറിയിപ്പ് ഒരു പരീക്ഷണം മാത്രമായതിനാൽ തനിക്ക് അയോധ്യയിലേക്ക് മടങ്ങാമെന്ന് വസിഷ്ഠൻ രാമനോട് പറയുന്നു. അപ്പോൾ
വസിഷ്ഠൻ അയോധ്യയിലെ ആദ്യ രാജാവായ ഇക്ഷ്വാകുവിൽ നിന്നുള്ള രഘുരാജവമിവി ചംചവ്യംശാവലി രാമനോട് പറയും. അപ്പോൾ വസിഷ്ഠൻ അയോധ്യയും അവരുടെ പൂർവ്വികരുടെ ധാർമ്മിക പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. തന്റെ ബന്ധുക്കളെയും രാജസഭാംഗങ്ങളെയും സദ്ഗുണത്തോടെ സംരക്ഷിക്കാനുള്ള തന്റെ കടമയെക്കുറിച്ച് വസിഷ്ഠൻ രാമനെ ഉപദേശിക്കുന്നു. പിതാവിന്റെ കൽപ്പന അനുസരിക്കാനും സഹോദരനോടൊപ്പം പ്രവാസത്തിൽ ജീവിക്കാനും ദൃഢനിശ്ചയത്തോടെ രാജാവായി ചുമതലയേൽക്കാനുള്ള ഭരതനുള്ള രാമൻ നിരസിക്കുന്നു. മഹർഷികളും മറ്റ് സന്യാസിമാരും രാമന്റെ സദ്ഗുണങ്ങളെ പ്രശംസിക്കുകയും സ്വയം നാടുകടത്താനുള്ള രാമന്റെ തീരുമാനം അംഗീകരിക്കണമെന്ന് ഭരതോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. രാമൻ പോകരുതെന്ന് ഭരതൻ രാമനോട് അപേക്ഷിക്കുന്നു. എന്നാൽ അകതവർഷത്തിന് ശേഷം താൻ മടങ്ങി വരുമെന്ന് രാമൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയും അവരുടെ അമ്മയായ കൈകേയിയെ ഭരതൻ സന്യാസിയായ ഭരദ്വാജനെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് സിംഹാസനം വിട്ടുകൊടുക്കാനുള്ള രാമന്റെ തീരുമാനത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു. രാജ്യം ഭരിക്കാൻ അനുവദിക്കുന്ന ചെറുപ്പുകൾ രാമൻ അദ്ദേഹത്തിന് നൽകിയത് എങ്ങനെയെന്ന് ഭരതൻ വിവരിക്കുന്നു. ഭരദ്വാജനെ സന്ദർശിക്കുകയും അവധിയെടുക്കുകയും ചെയ്ത ശേഷം ഭാര്യാതാവ് പിതാവിന്റെയും മാതാവിന്റെയും അഭാവത്തിൽ ദുഃഖിതനായി കഠിനഹൃദയത്തോടെ സാധാരണ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ശബ്ദങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇരുണ്ടതുമായി ഭരതൻ അയോധ്യയിലെത്തുന്നു. രാമന്റെ നാടുകടത്തലിൽ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിക്കുന്നു. അവനില്ലാതെ നഗരത്തിന് അതിന്റെ സൗന്ദര്യവും മനോഹാരിതയും നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ മരിച്ചുപോയി തന്റെ പിതാവായ ദശരഥന്റെ വരതെ പ്രവേശിക്കുകയും തന്റെ ചെരുപ്പുകൾ അധികാരത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചുകൊണ്ട് രാമൻ മടങ്ങി വരുന്നതുവരെ അയോധ്യമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്യുന്നു. തന്റെ ചുമതലകൾ വീണ്ടെടുക്കാൻ രാമന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കവേ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് അദ്ദേഹം ചെരുപ്പുകൾ സ്ഥാപിക്കുകയും രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഖാരയുടെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാരുടെ സാന്നിധ്യം മൂലം ചിത്രകൂട്ടയിലെ സന്യാസിമാർ ഉത്കണ്ഠാകുലരാണ്. ഒരു പുരുഷാധിപത്യ സന്യാസി രാമനെ തണൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. ബാക്കിയുള്ള സന്യാസിമാർക്ക് താൻ അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. രാമനും സീതയും ലക്ഷ്മണനും അത്രിയുടെ അഭയകേന്ദ്രത്തിലെത്തുന്നു. അവിടെ ഋഷിയും ഭാര്യ അനസൂയയും അവരെ സ്വീകരിക്കുന്നു. രാമൻ സീതയെ അനസൂയയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അവൾ നീതിയെ പിന്തുടരേണ്ടതിന്റെയും അർപ്പണബോധമുള്ള ഭാര്യയായിരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു. അനസൂയ തന്റെ ബന്ധുവിനെ ഉപേക്ഷിച്ചതിനു സീത അനസൂയയോട് തന്റെ കഥ വിവരിക്കുകയും സ്വയം തിരഞ്ഞെടുത്ത ഒരു ചടങ്ങിലൂടെ രാമൻ തന്നെ എങ്ങനെ ജയിച്ചുവെന്ന് വിവരിക്കുകയും ചെയ്യുന്നു. അവൾ തന്റെ പിതാവായ ജനകനുമായുള്ള തന്റെ ജീവിതവും രാമനുമായുള്ള തന്റെ വിവാഹവും വിവരിക്കുകയും ചെയ്യുന്നു. സീതയുടെ കഥ കേട്ടതിനു ശേഷം അനസൂയ സന്തോഷിക്കുകയും സീതയ്ക്ക് സമ്മാനങ്ങൾ നൽകുകയും രാമന്റെ അടുത്തേക്ക് മടങ്ങിവരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു വനിതാ സന്യാസിയായ അനസൂയ രാമന്റെ ഭാര്യയായ സീതയെ കണ്ടുമുട്ടുന്നു. സീതയുടെ ഭർത്താവിനോടുള്ള ഭക്തിയിൽ ആകൃഷ്ടയായ അനസൂയ ഒരാളുടെ ഭർത്താവിനെ സേവിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവളോട് നിർദ്ദേശിക്കുന്നു. ഒരു സ്വയം തിരഞ്ഞെടുക്കൽ ചടങ്ങിൽ രാമൻ തന്നെ എങ്ങനെ വിജയിപ്പിച്ചു എന്നതിനെക്കുറിച്ചുള്ള കഥ സീത വിവരിക്കുന്നു. അവിടെ അവൻ ദിവ്യവിൽ വളമുള്ളവളാലെ